ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു നവംബർ 19 പ്രധാനപ്പെട്ട വാർത്തകളാണ്. ഇന്നത്തെ ദിവസം ഒരുപാട് വാർത്തകളുണ്ട്. കാരണം നമ്മൾ വിചാരിക്കാത്ത അത്രയും കോൺസെപ്റ്റ്സ് ഇന്നത്തെ വാർത്തയിൽ നിന്ന് വരുന്നുണ്ട്. ടേക്ക് ഇറ്റ് ഫ്രം എക്കോണമി, ടേക്ക് ഇറ്റ് ഫ്രം ഇന്റർനാഷണൽ റിലേഷൻസ്, ടേക്ക് ഇറ്റ് ഫ്രം സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലെങ്കിൽ ഇന്റേണൽ സെക്യൂരിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ആസ്പെക്റ്റുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് വാർത്തകളുണ്ട്. സോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വീൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് മണിപ്പൂരിൽ ഇഷ്യൂ തന്നെയാണ്. ഇത് വലിയൊരു ചലഞ്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കത് സെൻട്രൽ ഫോഴ്സസ് ഇൻ മണിപ്പൂർ ടു ക്വെൽ വയലൻസ്, ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൽ ഓൾറെഡി ഇപ്പൊ കണ്ടോ, ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, വെരി ഡിസപ്പോയിന്റിങ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇവര് മണിപ്പൂരിൽ ഓൾറെഡി ഇഷ്യൂ നടക്കുന്നുണ്ട്. അവിടെ ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ട് ഓൾറെഡി. ഇപ്പോൾ കുക്കീസും അല്ലെങ്കിൽ മിസോ ആയിട്ടുള്ള അല്ലെങ്കിൽ മീറ്റി കമ്മ്യൂണിറ്റി, അങ്ങനെ കുറേ ആൾക്കാർ തമ്മിൽ ഓൾറെഡി പ്രശ്നമുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് പ്രധാനമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിച്ച് പ്രധാന അറ്റാക്ക് CRPF-നെതിരെയാണ്, ഗവൺമെന്റിനെതിരെയാണ് അറ്റാക്ക് നടക്കുന്നത്, CRPF-നെതിരെ. അതുകൊണ്ട് തന്നെ കണ്ടോ, 5000 ട്രൂപ്പിനെയാണ് വിളിച്ചിരിക്കുന്നത്, പാരാമിലിറ്ററി കംപ്ലീറ്റ്, സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സസ് എല്ലാം ഉണ്ട്. നമ്മുടെ CAPF-കളുടെ എല്ലാ അത്രയും 5000 ട്രൂപ്പുകളാണ് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത്, കംപ്ലീറ്റ്ലി ഫോർ ദ ഫൈറ്റ്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് CRPF-നെതിരെ ഓൾറെഡി ഫൈറ്റ് ഉണ്ടായി. പിന്നെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി തന്നെ കുറേ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി, അബ്ഡക്ട് ചെയ്ത് കൊണ്ടുപോയി, കൊച്ചു കുട്ടികളെ വരെ ഇവരെ കൊണ്ടുപോയിട്ട് ഇവർ ഓരോ ദിവസം ഓരോരുത്തരെയായിട്ട് കൊന്നിട്ട് അവിടെ അടുത്തുള്ള അവിടുത്തെ ബറാക്ക് നദിയിലും അവിടെയുള്ള വേറെ ഏതെങ്കിലും ചെറിയ ചെറിയ നദികളിലൊക്കെ കൊന്ന ബോഡിയൊക്കെ കൊണ്ടിടുകയാണ്. സോ ഇത് തരത്തിൽ ഇറ്റ്സ് എ ഇന്റേണൽ ഇഷ്യൂ സ്ലോലി സ്പിന്നിങ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ. അത് വലിയ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ എഡിറ്റോറിയലിൽ ഇത് വലിയൊരു സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, പ്രസിഡൻസ് റൂൾ കൊണ്ടുവരണം എന്നല്ലേ. കാരണം എമർജൻസി പ്രഖ്യാപിക്കണം, കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളതും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയൊരു ചലഞ്ചാണ്. ആക്ച്വലി മണിപ്പൂർ അത്രയും ഹോട്ട് ബോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ പോയിന്റിൽ നിങ്ങൾക്ക് മണിപ്പൂർ എവിടെയാണെന്നുള്ളത് മാപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ എം അസ്യൂമിങ് ബൈ ദിസ് ടൈം യു നോ വേർ എക്സാക്ട്ലി ഇസ് മണിപ്പൂർ എന്ന് നിങ്ങൾക്ക് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ കൈൻഡ്ലി ഡു ദാറ്റ്. ഓക്കെ, സോ അതായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ഇതിന്റെ ഫ്രണ്ട് പേജിന്റെ വാർത്ത. ഇനിയിപ്പോൾ അടുത്തത് മെയിനായിട്ട് നമ്മൾ പരസ്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒരു വാർത്തയും കൂടെ പറയുന്നുണ്ട്. ഷെയ്ഖ് ഹസീന, ഇതിൽ മുഹമ്മദ് യൂനിസ്, നമ്മുടെ ബാംഗ്ലാദേശിലുള്ള നൊബൽ സമ്മാനം ലഭിച്ച് മുഹമ്മദ് യൂനിസ് ഇപ്പോൾ ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് പോലെ ബാംഗ്ലാദേശിന്റെ കംപ്ലീറ്റ് ഒരു ട്രാൻസിഷണറി ഫേസിൽ ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരാളും കൂടെയാണ് മുഹമ്മദ് യൂനിസ്. ഇന്ത്യയിൽ ഷെയ്ഖ് ഹസീന ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവർ ഇന്ത്യ അഭയം കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എക്സ്ട്രഡീഷന്റെ അർത്ഥം ഞാൻ അന്നും പറഞ്ഞിരുന്നു. നമുക്ക് ഇന്ത്യയും ഒരു രാജ്യവും തമ്മിൽ എക്സ്ട്രഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് അന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ ഇവിടെ നിന്നൊരു ക്രൈം ചെയ്തിട്ട് പെട്ടെന്ന് എത്തിയോപ്യ അല്ലെങ്കിൽ പപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഒരാൾ ഒളിക്കുകയാണ്, പപ്പുവ ന്യൂ ഗിനിയ എന്ന് പറഞ്ഞ രാജ്യത്തിൽ പോയി ഒളിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ത്യൻ പോലീസിനെ അവിടെ കൊണ്ടുപോയി ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളായിട്ടാണ് എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഒപ്പുവെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരെ എക്സ്ട്രാഡിഷൻ ട്രീറ്റി നമ്മളോട് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, ഈ പറയുന്ന ആളെ, എക്സ് എന്ന് പറഞ്ഞ ആളെ, അയാൾ ഇവിടെ ഒരുപാട് ക്രൈം നടത്തിയ ആളാണ്, ഇയാളെ തിരിച്ചിങ്ങോട്ട് വിടണം, നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വിടണം. ഇവിടെ വന്നിട്ട് എന്തിനാ അയാളെ കോടതി വിധികളും അതിന്റെ നടപടികൾക്ക് വിധേയമാക്കിക്കൊണ്ട് ബാക്കി ആൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയാണ്. ചില രാജ്യങ്ങൾ എക്സ്ട്രഡിഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന, ഫ്രോഡ് കാണിച്ചു പോകുന്ന ആൾക്കാർക്ക് കൃത്യമായി അറിയാം ഏതൊക്കെ രാജ്യത്തിന് ഇന്ത്യക്ക് എക്സ്ട്രഡിഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് അവിടെ ഒഫീഷ്യലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹസീനെ തിരിച്ചു കൊടുക്കണം എന്നാണ് ഇവിടെ അടുത്ത് പറയുന്ന വാർത്ത. ഓക്കെ, സോ ഇനി അടുത്ത് നമ്മുടെ സ്റ്റേറ്റ് പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതിൽ പ്രധാനപ്പെട്ട 3 എലിഫൻറ്റ്സ് ഇലക്ട്രിക്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, ഒരു ചെറിയ പ്രാണിയാണത്. സോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒഡീഷയിലെ എലിഫൻറ്റ്സ് മാത്രമല്ല, അതിന് BTR ആണെങ്കിലും ബന്ധവ്ഗഡ് ടൈഗർ റിസർവിലാണെങ്കിലും കഴിഞ്ഞ ഒരു മാസമായിട്ട് എലിഫൻറ്റ്സ് കുറേ കൊല്ലപ്പെടുന്നുണ്ട്. അത് മരിക്കുന്നത് വെച്ചാൽ പോയിസൺ കാരണം മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഇലക്ട്രിക് കമ്പികളിൽ തട്ടി മരിക്കുന്നുണ്ട്, കോൺടാക്ട് വിത്ത് ലൈവ് വയർ. എന്തായാലും എലിഫൻസിന്റെ ഡെത്ത് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് ഇന്ത്യയിലെ എലിഫന്റ് കൺസർവേഷൻ എന്താണെന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നോ അബൌട്ട് വാട്ട് ഇസ് ദി എലിഫന്റ് കൺസർവേഷൻ ഇൻ ഇന്ത്യ. പ്രൊജക്ട് എലിഫന്റ് ആണോ, എലിഫന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. കാരണം അത്രയ്ക്കധികം എലിഫന്റ് ഓൾറെഡി പ്രിലിംസിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എലിഫന്റിന്റെ പ്രഗ്നൻസി എങ്ങനെയാണ്, ജസ്റ്റേഷൻ പീരീഡ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഇന്ത്യയിലെ എലിഫന്റ് എങ്ങനെയാണ് കൺസർവ് ചെയ്യപ്പെടുന്നത്,
ഓൾറെഡി ആഫ്രിക്കൻ എലിഫന്റ് ഇന്ത്യൻ എലിഫന്റും തമ്മിലുള്ള വ്യത്യാസം ഓൾറെഡി ഞാൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ചെവി മാത്രമല്ല, എന്തൊക്കെയാണ് ഏതാണ് എൻഡേഞ്ചേർഡ് ആണോ, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണോ, അല്ലെങ്കിൽ ഏതൊക്കെ റിപ്പോർട്ടുകളാണ് നമുക്കത് കാണാൻ പറ്റുക. ഇന്ത്യയിൽ 1972 എൻവയോൺമെന്റ് കൺസർവേഷൻ ആക്ടിലെ ഷെഡ്യൂൾ 1 എലിഫന്റ് ഉള്ളത്, ഏത് പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ആണ് എലിഫന്റിന് കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ മുന്നിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണെന്ന് മനസ്സിലാവും. പിന്നെ എലിഫന്റിനെ കുറിച്ച് 5-6 ഇമ്പോർട്ടൻറ്റ് ഏരിയ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് വർക്ക് ഓൺ ദാറ്റ്. ഐ ഹോപ്പ് യു വിൽ വർക്ക് ഓൺ ദാറ്റ്. ഓക്കെ, അതൊരു ടാസ്ക് ആയിട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ പൊളിറ്റിക്കൽ വാർത്തകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പൊളിറ്റിക്കൽ വാർത്തകൾ പോയി. ഇതൊരു ചെറിയ വാർത്തയാണെങ്കിലും അത് പൊളിറ്റിക്കലായിട്ട് തോന്നും എന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു സമ്മറി, അതിൻ്റെ ഒരു ക്രക്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ കോൾസ് ഫോർ ഇൻക്രീസിംഗ് ഷെയർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സസ് അപ് ടു 50%. ഇത് വേറൊന്നുമല്ല, ഇങ്ങനത്തെ ഒരു വാർത്ത വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ആർട്ടിക്കിൾ 280 ഇതിലില്ലാത്ത കുറച്ച് എക്സ്ട്രാ കാര്യം കൂടെ പറഞ്ഞത്. ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. ഇപ്പോൾ 16th ഫിനാൻസ് കമ്മീഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനലി അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ പോളിറ്റിയിൽ എന്താണ് ഫിനാൻസ് കമ്മീഷൻ്റെ റോള്. ഇനി നമുക്ക് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇത് സിമ്പിളാക്കി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. അതങ്ങനെയാണല്ലോ, നമുക്കൊരു ഫെഡറൽ സിസ്റ്റം ഉള്ള പോലെ സെൻട്രൽ ഗവൺമെൻറ് ഡൽഹിയിലും സ്റ്റേറ്റ് ഗവൺമെൻറ് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുണ്ട്. ഇവിടുത്തെ കേസ് തമിഴ്നാടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പല കാര്യങ്ങളുടെയും നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ നടുക്കുള്ള സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നതിൻ്റെ ഒക്കെ ടാക്സിൽ നികുതി പണം എന്ന് പറയുന്ന പോലെ ഈ ടാക്സ് എന്ന് പറയുന്നത് പല തരത്തിലുണ്ടല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പിരിക്കാവുന്ന ടാക്സുകളുണ്ട്, പഞ്ചായത്ത് ലെവലുള്ള ടാക്സുകളുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിന് പിരിക്കാൻ പറ്റുന്ന ടാക്സ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന ടാക്സ് ഉണ്ട്, പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് ഉണ്ട്. ഇങ്ങനെ ടാക്സസിൽ അപ്പോൾ ഇത് എക്കണോമിക്സിലല്ല, ഇത് പോളിറ്റിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ ടാക്സിൻ്റെ ഡെവല്യൂഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ടാക്സുകളുണ്ട്. ഇപ്പോൾ ടൂത്ത് പേസ്റ്റ്, ന്യൂസ് പേപ്പർ, സിനിമ ടിക്കറ്റ്, ഇതിലൊക്കെ ആർക്കാണ് ടാക്സ് ഉള്ളത്? ചിലത് സെൻട്രൽ ഗവൺമെൻറ് എടുക്കും. അപ്പോൾ നമുക്ക് കൂടുതലും കാണാൻ പറ്റും കുറേ ടാക്സുകളും കൂടുതൽ സെൻട്രൽ ഗവൺമെൻറ് പിരിക്കുന്ന ടാക്സുകളുണ്ട്. ഈ ടാക്സ് സെൻട്രൽ ഗവൺമെൻറ് പിരിച്ചു കഴിഞ്ഞാൽ, ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം അല്ലെങ്കിൽ ഒരു പാർട്ട് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. കുറച്ച് കിട്ടുന്നതിൻ്റെ കുറച്ച് സ്റ്റേറ്റിനും കൊടുക്കണം. അപ്പോഴല്ലേ സ്റ്റേറ്റിനും എന്തെങ്കിലും ഈ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഇതാണ് മൊത്തത്തിൽ ഇന്ത്യയിലുള്ളൊരു സിസ്റ്റം. അപ്പോൾ തമിഴ്നാട് പറയുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടാക്സ് 50% നമുക്ക് ടാക്സിൻ്റെ വിഹിതം അല്ലെങ്കിൽ ഷെയർ കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് 50% പോലും ഇല്ല. ഇപ്പം പലതും 41% ടാക്സ് വരെ നമുക്ക് പലപ്പോഴും കിട്ടുന്നുള്ളൂ. പലപ്പോഴും 41-നും താഴെയാണ് പോകുന്നത്. 30%-ലേക്കൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ടാക്സ് പോകുന്നതെന്ന് തമിഴ്നാട് ഇങ്ങനെ പരാതി പറയുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ടത്ര ഷെയർ കിട്ടാത്തതുകൊണ്ട് തമിഴ്നാടിന് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റുന്നില്ല, ടാക്സിൻ്റെ പൈസ കിട്ടുന്നില്ല. തമിഴ്നാട്ടിനെ സെൻട്രൽ ഗവൺമെൻറ് ഒഴിവാക്കുകയാണ് എന്ന് പറയുന്ന ഒരു വാദമാണ് ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിൾ കൂടുതലും പറയുന്നത്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ കണ്ടോ 33% കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കണം എന്താണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഫിനാൻസ് കമ്മീഷൻ ചെയ്യുന്നത്, ഡെവല്യൂഷൻ. അതായത് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം. 16th ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ എന്താണ് ആർട്ടിക്കിൾ 280 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇതിലില്ല, ജസ്റ്റ് ചോദിക്കുകയാണ്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റേറ്റിന് എന്തൊക്കെ കൊടുക്കാം, എന്തൊക്കെ ഡെവോൾവ് ചെയ്യാം, ഡെവല്യൂഷൻ കൊടുക്കാം എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ടാക്സിൻ്റെ ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് തമിഴ്നാട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത. ഇലക്ഷൻ മറ്റ് പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ ഓൺ ടു ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. ഇപ്പോഴും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും 15 കുട്ടികൾക്കെതിരെ റാഗിങ്, ഇത് സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണ്. 15 സ്റ്റുഡൻസ് മെഡിക്കൽ കോളേജിൽ തന്നെ, ഗുജറാത്തിൻ്റെ പട്ടാൻ ഡിസ്ട്രിക്റ്റിൽ 18 വയസ്സുകാരനെ ഒരു 18-year-old സ്റ്റുഡൻറ്റിനെയാണ് കൊന്നിരിക്കുന്നത്. അത്രയും അപ്പോൾ ഹോസ്റ്റലും മെൻ്റൽ ടോർച്ചറും കാര്യങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. സോ ഇത് സിനിമയിൽ എത്ര കണ്ടാലും ഈ റാഗിങ് റിലേറ്റഡ് ആയിട്ടുള്ള മരണങ്ങൾ പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു വാർത്തയാണ്. പിന്നെ അടുത്തത് നിർമ്മല, ഇതൊരു സീതാരാമൻ്റെ ഇതൊരു എക്കണോമിക് റിലേറ്റഡ് ആർട്ടിക്കിളും കൂടാണ്. നമുക്ക് കണ്ടാൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും വാട്ട് ആർ ദി നിർമ്മല അലൈസ് ഗ്രോത്ത് ഡിപ്പ് ബാറ്റ്സ് ഫോർ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇത് വേറെ കാര്യമൊന്നുമല്ല. ഈ ആർട്ടിക്കിൾ പറയുന്നത് എടുത്ത് പ്രധാനപ്പെട്ട നിർമ്മല സീതാരാമൻ പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ട്. ഇന്ത്യക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എക്കോണമിയാണ്. സോ ഇന്ത്യക്ക് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഡെഫിനറ്റ്ലി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പേപ്പറിൽ വായിക്കുന്നുണ്ട്, അർബൻ ഡിമാൻഡ് ആൻഡ് റൂറൽ ഡിമാൻഡ്. അർബൻ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്, ഇപ്പോൾ വളരെ താഴ്ന്നാണ്. അതായത് ആൾക്കാർ പ്രൊഡക്ട്സ് ഒന്നും ഡിമാൻഡ് ഇല്ല.
അർബൻ നമ്മുടെ സിറ്റിയിലൊന്നും ആൾക്കാർ പഴയ പോലെ വാങ്ങിക്കുന്നില്ല. അപ്പോൾ ആൾക്കാരുടെ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും റൂറൽ ഡിമാൻഡ് മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്, കുറച്ചുകൂടെ കയറുന്നുണ്ട് അത്. അപ്പോൾ ഈ ഡിമാൻഡ് ഇപ്പം ഇതൊരു എക്കണോമിക്സിന് വലിയൊരു പ്രശ്നമല്ല. ഡിമാൻഡ് കുറയാന്ന് പറയുമ്പോൾ അത്രയും പ്രശ്നമല്ല. ആൾക്കാർക്ക് വേണ്ടെങ്കിൽ പിന്നെ പ്രൊഡക്ഷനൊക്കെ നിന്ന് പോയില്ലേ. പിന്നെ പറയുന്നത് നിർമ്മല സീതാരാമൻ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഇൻഫ്ലേഷൻ വളരെ ഹൈ ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇൻഫ്ലേഷൻ ഹൈ ആയിരിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോ റേറ്റ് ഒക്കെ പോലത്തെ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് RBI കൂട്ടി വെക്കും. അപ്പോൾ ഞാനിത് അന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾ ഇപ്പോൾ ഓർത്ത് വെക്കണം. ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഇതിന്റെ എക്കണോമിക്സ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻഫ്ലേഷൻ വളരെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ഇൻഫ്ലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും റിപ്പോ റേറ്റ് പോലത്തെ RBI മോണിറ്ററി പോളിസി റേറ്റുകളെല്ലാം കൂട്ടി വെക്കും. റേറ്റ് കൂട്ടി വെക്കും എന്താണെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നത് കുറയും. കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുടെ നിന്ന് കടം വാങ്ങിക്കുമല്ലോ, പൈസ വാങ്ങിക്കും. എന്തിനാ പൈസ വാങ്ങിക്കുന്നത്? ഈ പൈസ എടുത്തിട്ട് വേണം കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കാൻ. കസ്റ്റമേഴ്സിന് ലോൺ കൊടുത്താലേ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ ഫണ്ട് വരുള്ളൂ, ഫണ്ട് വരുള്ളൂ. അവരുടെ കയ്യിൽ ഫണ്ട് വന്നാലേ അവർ എക്കോണമിയിലും മാർക്കറ്റിലും പോയി സാധനങ്ങൾ വാങ്ങിക്കുകയുള്ളൂ. അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ സാധനം. അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്, നിർമ്മല സീതാരാമനും പറയുന്നുണ്ട്, RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെക്കും. എന്താ പ്രശ്നം? ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെച്ചെന്ന് വെച്ചാൽ ബാങ്ക് RBIയുടെ നിന്ന് പൈസ വാങ്ങിക്കില്ല. കാരണം ഇത്രയും പലിശ കൂട്ടി വെച്ചാൽ ബാങ്ക് വാങ്ങിക്കില്ല. അപ്പോൾ ബാങ്ക് പലിശ വാങ്ങിച്ചില്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ ബാങ്കിന് കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ ഉള്ള പൈസ കസ്റ്റമേഴ്സിന് കൊടുക്കണമെങ്കിൽ ബാങ്ക് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെക്കും, ബാങ്കും പലിശ കൂട്ടി വെക്കും. പലിശ കൂട്ടി വെച്ചാൽ നമ്മളെ പോലത്തെ ആൾക്കാർ ലോൺ എടുക്കില്ല, കൂടുതൽ പലിശ അടയ്ക്കണ്ടേ. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ നമ്മൾ വാങ്ങില്ല, ഡിമാൻഡ് ഉണ്ടാവില്ല. എക്കോണമിയിൽ ഒരു ഇറ്റ്സ് കോൾഡ് എ സൈക്ലിക്കൽ സ്ലോ ഡൗൺ. ആ വാക്കും കൂടെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എക്കണോമിക്സിൽ പറയും ഇറ്റ്സ് കോൾഡ് എ സൈക്ലിക്കൽ സ്ലോ ഡൗൺ. അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സൈക്ലിക്കൽ സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ റോളർ കോസ്റ്റർ റൈഡ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മറ്റേ വണ്ടർലയിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, മുകളിലേക്ക് പോയും താഴെ. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് അപ്പ് ആൻഡ് ഡൗൺ ആണ് സൈക്ലിക്കൽ സ്ലോ ഡൗൺ എന്ന് പറയുന്നത്. ഇങ്ങനെ സൈക്കിൾ പോലെ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ടെന്ന് പറയുന്ന പോലെ എക്കോണമി ചില സമയത്ത് നല്ലോണം പെർഫോം ചെയ്യും, താഴെ പോവും, പിന്നെയും മുകളിൽ വരും. സോ ഇതാണ്. പക്ഷെ ഇന്ത്യ നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ ഈ ആർട്ടിക്കിൾ വായിച്ച ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. സ്ലാക്കണിങ് മൊമെന്റ് കണ്ടോ, ഇറ്റ്സ് എ സൈക്ലിക്കൽ സ്ലോ ഡൗണിനെ കുറിച്ച് പറയുന്നുണ്ട്. എക്സ്റ്റേണൽ ഡെറ്റ്, സ്ട്രോങ് നെറ്റ് ബഫർ, എക്സ്ചേഞ്ച് ഇത് പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, FDI പുറത്തുള്ള ആൾക്കാർ ഇന്ത്യയിൽ വന്ന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഫോറിൻ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ്, ഇന്ത്യക്ക് ബെറ്റർ ആണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്. സംഭവം ബേസിക്കലി ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് അടുത്ത പേജിലുണ്ട്, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ കാര്യം ബേസിക്കലി. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് വാർത്ത, പരസ്യം കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാർത്ത വരുന്നത്, അതും പഞ്ചാബിൽ നടന്ന ഇലക്ഷനെ ബേസ് ചെയ്തിട്ട് വരുന്നൊരു വാർത്തയാണ്. വളരെ കൗതുകരം, വളരെ സ്ട്രേഞ്ച് ആയിട്ടൊരു സംഭവമാണ് അവിടെ നടന്നത്. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ നടന്നിട്ട്, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, 13,000 സീറ്റുകൾക്ക്, ഓൾമോസ്റ്റ് 13,000 സീറ്റുകൾക്ക് ഇലക്ഷൻ മത്സരിച്ചിട്ട് ഏകദേശം 3,000 വോട്ടുകൾ അല്ലെങ്കിൽ 3,000 സീറ്റുകൾ അൺഅപ്പോസ്ഡ് ആണെന്നാണ് പറയുന്നത്. അൺഒപ്പോസ്ഡ്, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ഇതെന്ന് പറഞ്ഞാൽ വേറെ കാൻഡിഡേറ്റ് ഇല്ല, ഒറ്റൊരാളേ ഉള്ളൂ. നമ്മളൊരു നിയോജകമണ്ഡലത്തിൽ ഇലക്ഷൻ, ഇപ്പം എന്തായാലും നാളെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇലക്ഷനൊക്കെ പല സ്ഥലത്ത് നടന്നു, ഇനിയിപ്പോൾ റിസൾട്ടുകൾ വരും. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് 3 കാൻഡിഡേറ്റ് 5 കാൻഡിഡേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലേ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥി, ഇലക്ഷൻ ഇല്ല, അപ്പം ഞാൻ തന്നെ ജയിച്ചു. അതൊരു ഭയങ്കര സ്ട്രേഞ്ച് അല്ലേ എന്നാണ് സുപ്രീം കോടതി ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്നയും സഞ്ജയ് കുമാറും എല്ലാവരും ചോദിക്കുന്നതാണ്. ഇതിൽ പല ആൾക്കാരുടെ ഓൾറെഡി കാൻഡിഡേറ്റ്സ് ഇല്ലാത്തതല്ല, 5-6 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഈ കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ കാൻഡിഡേച്ചർ ക്യാൻസൽ ആയിപ്പോയി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻസൽ ആയി പോകുന്ന വെച്ചാൽ, ഒന്ന് ഇവർ കൊടുത്ത ആപ്ലിക്കേഷൻ കീറിപ്പോയി, അല്ലെങ്കിൽ ഇലക്ഷൻ മാൽ പ്രാക്ടീസ് നടത്തി, അങ്ങനത്തെ കുറെ കേസുകൾ കാരണം എല്ലാവരും ഔട്ടായപ്പോൾ ഒരാൾ തന്നെ വന്നു, അല്ലെങ്കിൽ അയാൾ തന്നെ ജയിച്ചു, അൺഅപ്പോസ്റ്റഡ് ജയിച്ചു. ഇവർ പറയുന്നത്, അത് രസകരമായിട്ട് ഇത്രയും സീറ്റുകൾ എങ്ങനെയാണ് 3,000 കണ്ടോ, 3,000 ഓഡ് പോസ്റ്റ് ഇൻ പഞ്ചായത്ത് ഔട്ട് ഓഫ് 30,000 were elected unopposed എന്ന് പറയുമ്പോൾ ദിസ് ഇസ് വെരി സ്ട്രേഞ്ച്. ചീഫ് ജസ്റ്റിസ് പറയാണ്, ദിസ് ഇസ് വെരി സ്ട്രേഞ്ച്, ഐ ഹാവ് നെവർ സീൻ സച്ച് ഫിഗേഴ്സ്, ദീസ് ആർ സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ്. അപ്പൊ ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ശരിക്കും ഇത് നല്ലൊരു രീതിയാണോ, നല്ലൊരു പ്രവണതയാണോ ഒരു കാൻഡിഡേറ്റ്? അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, അടുത്ത 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷനിൽ വേണമെങ്കിൽ കാൻഡിഡേറ്റ്സിന് കേസ് പറയാം, അപ്രോച്ച് ചെയ്യാം.
6 monthsനുള്ളിൽ വേണമെങ്കിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാം. നല്ല കാര്യം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ഇലക്ഷൻ ഇല്ലാതെ തന്നെ ആൾക്കാർ ജയിക്കാന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര റയർ കേസ് അല്ലേ. അവിടെയാണ് ഇവരും ഇത് എടുത്തു പറഞ്ഞത്. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പിന്നെ അടുത്ത് ഇന്ന് ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വാർത്ത ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം ഇനി അടുത്തത് വേറൊരു വാർത്ത, എല്ലാത്തിൻ്റെയും കഥ മാത്രം ഞാൻ പറഞ്ഞു പോവാം. പിന്നെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞു പോവാം. ഇവിടെ US ഗവൺമെന്റ് ഒരു അഡ്വൈസറി റൂൾ കൊണ്ടുവന്നിരിക്കുകയാണ്, ട്രാവൽ അഡ്വൈസറി. ഇവർ അങ്ങനെ ഇങ്ങനെയൊന്നും ട്രാവൽ അഡ്വൈസറി ഇറക്കില്ല. അപ്പോൾ യുഎസിലേക്ക് പോകുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യയിൽ നിന്നും US നമ്മൾ പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത്, ഇവിടെ കയറുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഹെൽത്ത് ചെക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിക്കൻ ഗുനിയയും സിക്ക വൈറസിന്റെയും കേസ് പണ്ടുമുണ്ട്. ചിക്കൻ ഗുനിയുടെ കേസ് വല്ലാതെ കൂടിയതുകൊണ്ട്, പ്രത്യേകിച്ച് തെലങ്കാനയിൽ കൂടിയതുകൊണ്ട്, തെലങ്കാനയിൽ നിന്നും US പോകുന്ന ആൾക്കാർക്ക് പ്രത്യേക ഇതാണ്, ജാഗ്രത വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരും പറയുന്നുണ്ട്, US അഡ്വൈസറി, ട്രാവൽ അഡ്വൈസറി ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ തെലങ്കാനയിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം. അവിടെ ചിക്കൻ ഗുനിയുണ്ട്, അത് പടരാൻ US പടരാൻ പാടില്ലല്ലോ. ഓൾറെഡി സീക്ക വൈറസിനെതിരെയും ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്, നിങ്ങളെ സംബന്ധിച്ചോളം സിവിൽ സർവീസ് നമുക്ക് പരീക്ഷയ്ക്ക് അറിയേണ്ടത് എന്താണ് ചിക്കൻ ഗുനിയ, എന്താണ് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന മോസ്കിറ്റോ ആണോ, അല്ലെങ്കിൽ എന്താണ് സിക്ക വൈറസ്, ഇതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, ചിക്കൻ ഗുനിയ വന്ന എന്താണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സിംറ്റംസ്, ജോയിന്റ് പെയിൻ ആണോ, റാഷ് ആണോ, മസിൽ പെയിൻ ആണോ, എന്താണ് നമുക്കത്, അത് ചികിത്സ എന്താണ് എന്ന് പറയുന്ന കാര്യങ്ങളും കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന്. ഇത് സംഭവം CDC, അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആണ് CDC എന്ന് പറയുന്നത്. അപ്പോൾ പല ലെവലിലെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസീസ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, അമേരിക്കയിലൊക്കെ നമുക്ക് ഈ ചിക്കൻ ഗുനിയ കാണാൻ പറ്റും. സോ ചിക്കൻ ഗുനിയ ഇസ് എ വൈറൽ ഡിസീസ് സ്പ്രെഡ് ത്രൂ മോസ്കിറ്റോ ബൈറ്റ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, റാഷ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ എന്താണ്, പിന്നെ അതേപോലെ തന്നെ ഓഗസ്റ്റിൽ സീക്ക വൈറസിന്റെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ സീക്ക വൈറസും ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിക്കോ. സോ എന്താണ്, എങ്ങനെയാണ് ഈ മോസ്കിറ്റോ ബൈറ്റ് കിട്ടുന്നത്, എന്ത് തരം മോസ്കിറ്റോസ് ആണ്, വൈറൽ ഡിസീസ് ആണെന്നും കൂടെ ഓർത്ത് വെക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ചിക്കൻ ഗുനിയെ കുറിച്ചും ചോദിക്കാം, സിക്ക വൈറസിനെ കുറിച്ചും ചോദിക്കാം. എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നതെന്നും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, പാലക്കാട് ഇലക്ഷന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ, ഇതും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയും കഥ പറഞ്ഞു തരാം. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, അപ്പുറത്തെ സൈഡിൽ ഈ പേപ്പർ എടുത്തു തരാം. സോ കുറച്ചും കൂടെ നമുക്ക്, ഇത് നിങ്ങൾ ഓൾറെഡി ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണെങ്കിലും ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സൈഡിൽ ഡൽഹി റിഡ്ജ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഡൽഹിയിൽ തന്നെ ഡൽഹിയുടെ ലങ്സ് എന്നറിയപ്പെടുന്ന അത്രയും ഫോറസ്റ്റുകളും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഡൽഹി റിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ സുപ്രീം കോടതി ഉണ്ട്. അപ്പോൾ ഇവിടെ വേറെ പ്രശ്നമൊന്നുമല്ല, ഈ ഡൽഹി റിഡ്ജിൽ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് ഇവിടെ ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചു കളഞ്ഞു. സുപ്രീം കോടതി ചോദിച്ചു, ഇത് ഇത്രയും കൺസർവേഷനുള്ള, ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലമാണ് ഇത്, ലങ്സ് ഓഫ് ഡൽഹി, ഇത് ആരോട് ചോദിച്ചിട്ട് ഈ മരം മുറിച്ചു എന്നാണ് ഇവർ ചോദിച്ചത്. ആരോട് ചോദിച്ചിട്ട് ഈ മരം മുറിച്ചു? അപ്പൊ DDA ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ DDAയുടെ എക്സ് ഒഫീഷ്യോ ഹെഡാണ് ലെഫ്റ്റനന്റ് ഗവർണർ. അറിയാതെ ലെഫ്റ്റനന്റ് ഗവർണർ തന്നെ ഇതിന്റെയും ഒരു ഹെഡ് എന്ന് പറയുന്നത്, ഗവർണർ ഹെഡാണെന്ന് പറയുന്ന പോലെ ഇതിന്റെ ഹെഡാണ്. ഇതിൽ സുപ്രീം കോടതി ചോദിച്ചു, ഗവർണറിന്റെ അടുത്താണ് ചോദിച്ചത്, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ലെഫ്റ്റനന്റ് ഗവർണർ ഇത്രയും വലിയ മരം മുറിച്ചത്, സമാധാനം പറയാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ ആദ്യം ലെഫ്റ്റനന്റ് ഗവർണർ ഒന്ന് പെട്ടു. ആദ്യം പുള്ളി പറഞ്ഞു എനിക്ക് അറിയില്ല, പിന്നെ പറഞ്ഞു എനിക്ക് ആദ്യമേ അറിവുണ്ടായിരുന്നില്ല, പിന്നെ പറഞ്ഞു അറിയായിരുന്നു. ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് വരുത്തിയുണ്ട്. സുപ്രീം കോടതി വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്. ഇപ്പൊ പുതിയ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ സമയത്താണ് ഇഷ്യൂ നടന്നത്, ചന്ദ്രചൂഡാണ് ചോദ്യം ചെയ്തത്. അപ്പൊ പുതിയ ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന വന്നപ്പോൾ പറയാണ്, സഞ്ജയ് ഖന്ന പറഞ്ഞു എനിക്ക് ഓൾറെഡി ലെഫ്റ്റനന്റ് ഗവർണറായിട്ട് നല്ല അടുപ്പമുണ്ട്, ഞാൻ ഓൾറെഡി കുറെ കാര്യങ്ങളിൽ കേസുകളിലെല്ലാം പുള്ളിയായിട്ട് ഓൾറെഡി ഒരു ചർച്ച നടത്തി, അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടതുകൊണ്ട് ഒരു ഡിസ്കഷനിലുള്ളതുകൊണ്ട് ഞാൻ ഈ കേസ് വിധി കേൾക്കുന്നത് ശരിയല്ല, എന്നിട്ട് വേറെ ബെഞ്ചിന് വെച്ചു കൊടുത്തു. ചീഫ് ജസ്റ്റിസ് റെസ്ക്യൂ, നൈസായിട്ട് ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ കഥ. ഇത്തരം ന്യൂസുകളുടെ നമ്മളിത് വായിച്ചാൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇത്തരം ന്യൂസുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അത് ഇതിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത്, മംഗലാപുരത്ത് ഒരു മാനേജർ റിസോർട്ട് ഓണറിനെ അറസ്റ്റ് ചെയ്ത് 3 സ്ത്രീകളെ മുക്കി ഡ്രൗൺ ചെയ്ത് അവരെ, അതാണ് എൻ്റെ നെഗ്ലിജൻസ് ആണ് പറയുന്നത്, അതൊരു കേസ് പറയുന്നുണ്ട്. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട കേസാണ്.
ലഗച്ചർല ട്രൈബൽ പീപ്പിൾ മീറ്റ്സ് ഹെഡ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അപ്പോൾ ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമുക്ക് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ഇത് ഇങ്ങനെയായിരിക്കും ചോദ്യം വരെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ഇതിന്റെ ചെയർപേഴ്സൺ ഓഫ് NHRC ഷുഡ് ബി a സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന് മാത്രമേ പറ്റുള്ളൂ. ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ടിന് വേണമെങ്കിൽ ചെയർപേഴ്സൺ ആയിക്കോട്ടെ. അപ്പോൾ ഓൺലി സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ശരിയാണോ? എന്താണ് ഇവരുടെ കാലാവധി? എത്ര സമയത്തിനുള്ളിൽ വരും? ആരാണ് NHRC ചെയർപേഴ്സൺ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണോ? ബൈ ഹാൻഡ് ആൻഡ് വാറന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഇപ്പോഴേ തയ്യാറെടുക്കാൻ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാരണം കറണ്ട് അഫയേഴ്സ് ഉള്ള കാര്യം തന്നെയാണ് ഇന്ത്യൻ പോളിറ്റിയിൽ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കാണാം. ഇവിടെ ഇവർ പരാതി വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ വില്ലേജസ് പരാതിപ്പെട്ട വേറൊന്നുമല്ല, പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ വാർത്തകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ളത്. പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചിട്ടാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ ഈ പോലീസ് അട്രോസിറ്റീസ്, പോലീസ് അവരെ മോശമായിട്ട് അവരെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടുള്ള അട്രോസിറ്റീസ് കാരണമുള്ള അതാണ് ഇവർ പരാതിപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, പിന്നെ പോലീസ് അട്രോസിറ്റീസ് മാത്രമല്ല, പോലീസ് അട്രോസിറ്റീസ് മാത്രമുണ്ട്, പിന്നെ ഫോഴ്സിബിൾ ലാൻഡ് അക്വസിഷൻ ഫോർ വില്ലേജ് പ്രോജക്ട്. അവരുടെ സമ്മതമില്ലാതെ നിർബന്ധിച്ച് അവരുടെ സ്ഥലം കൈയേറി അവരെ ഒഴിപ്പിക്കുകയാണ് അവിടെ നിന്ന്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റിനെതിരെയും കൂടെ ഇവർ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള UPSCക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് NHRC എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്, വിമൻസ് കമ്മീഷൻ. സോ ആലോചിച്ച് നോക്കുക എത്ര ഓർഗനൈസേഷൻസ് ആണ്. ഒന്ന് NHRC എന്താന്ന് പറയുന്നുണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ്, അതേപോലെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, അതേപോലെ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ NCW, വിമൻസ് കമ്മീഷൻ. ഇത്രയും ഓർഗനൈസേഷൻസിന്റെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുമല്ലോ. സിവിൽ സർവീസിന് ക്വസ്റ്റ്യൻ പേപ്പറില്ല, ഇത്തരം ചോദ്യങ്ങൾ പ്രിലിംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് പോളിറ്റിയിലേക്ക് എടുത്തിട്ട് ഇത് പഠിക്കുക. നാളെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ലക്ഷ്മികാന്ത് എന്ന് ചോദിച്ചാണെന്ന് പറയരുത്. ഇത് എല്ലാ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ തിയറി എന്താണ് നല്ലോണം നമ്മളിപ്പോൾ വായിക്കുന്ന പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നില്ല എന്തോരം വാർത്തകളാണ് നമ്മൾ വായിക്കുന്നില്ലേ. അപ്പോൾ ഇത്രയും വാർത്തകൾ ഉണ്ടെങ്കിൽ ഈ വാർത്തകളിനെക്കാട്ടും കൂടുതൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് പോകാനുള്ള ഓൾമോസ്റ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 65-70% ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ഇതിന്റെ ഉത്ഭവം ഉണ്ടാവുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അവിടെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേജർ ടോപ്പിക്കുകളെല്ലാം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ് കേരള വിമൻസ് കമ്മീഷൻ ചീഫ്. കേരളത്തിന്റെ വിമൻസ് കമ്മീഷൻ ചീഫ് ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട് എന്താണ് പോഷ് ആക്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഓൾറെഡി ഹേമ കമ്മിറ്റി വന്നപ്പോഴൊക്കെ ചർച്ച ചെയ്തൊരു ഇതും കൂടാണ്. സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രഷൽ ആക്ട് ആണ് പോഷ് ആക്ട് എന്ന് പറയുന്നത്. സിനിമാ സെറ്റുകളിൽ ഇന്റേണൽസ് കമ്മിറ്റി വേണം, അങ്ങനെ കമ്മിറ്റിയൊക്കെ ഉണ്ടോ. അപ്പോൾ പോഷ് ആക്ട് ഹറാസ്മെന്റ് വർക്ക് പ്ലേസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആക്ടാണ്. സീരിയൽ സെറ്റിൽ പോഷ് ആക്ട് ഉണ്ടോ? ഹേമ കമ്മിറ്റി വന്നപ്പോൾ സിനിമയിലും ചോദിച്ചതാണ്. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇവർ ചോദിക്കുന്നത്, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ അവസ്ഥ വളരെ മോശമല്ലെന്ന്. സീരിയലിൽ കാണിക്കുന്നതിലും ഒരു സെൻസർഷിപ്പ് വേണ്ടേന്ന് ചോദിച്ചു. തോന്നിയ പോലെ സ്ത്രീകളെ ഉപദ്രവിക്കുക, അമ്മായിമ്മമാര് സ്ത്രീകളെ ഉപദ്രവിക്കുക, സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുക, കുട്ടികളെ മോശമായിട്ട് ചിത്രീകരിക്കുക, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സീരിയലിൽ കാണിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ ഈ സീരിയലിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച ചോദ്യമുണ്ട്. എടുത്തു പറയുന്നുണ്ട് കേരള സ്റ്റേറ്റിന്റെ ടെലിവിഷൻ ജൂറി അവാർഡ് ടെലിവിഷൻ സീരിയലിന്റെ ക്വാളിറ്റി ഇല്ലായ്മ അത്രയും ലോ ആയതുകൊണ്ട് അപ്രാവശ്യം ബെസ്റ്റ് സീരിയലിനോ സെക്കൻഡ് ബെസ്റ്റ് സീരിയലിനോ ബെസ്റ്റ് ഡയറക്ടറിനോ ആർട്ട് ഡയറക്ടറിനോ ഒന്നും അവാർഡേ കൊടുത്തില്ല. അപ്പോൾ സീരിയലുകൾ പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് വിമൻസ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. അപ്പോൾ അതും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എഡിറ്റോറിയൽ തന്നെയാണ്. സോ എഡിറ്റോറിയൽ നമുക്ക് നോക്കേണ്ട 2-3 കാര്യങ്ങൾ ഞാനിതിൽ എഡിറ്റോറിയൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഒന്ന്, ഝാൻസിയിലെ ഹോസ്പിറ്റലിലെ ട്രാജഡിയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കാണുന്നുണ്ട്. അതിൽ വളരെ സങ്കടമുള്ള കാര്യമാണ്. അതായത് എത്രയോ കൊച്ചു കുട്ടികൾ നിയോ നാറ്റൽ കെയറിലാണ്, നിയോ നാറ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് തീ പിടിച്ചത്. ഒരുപാട് പേര് പുതിയ കുട്ടികൾ, ന്യൂ ബോൺസ് ആണ്. 10 കുട്ടികളോളം നമുക്ക് നഷ്ടപ്പെട്ടു, മരിച്ചുപോയി അവർ. അപ്പൊ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ലാർജ്ലി കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ WHO റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇന്ത്യ ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കണ്ടു 2024 801:836 ആണ്. WHO പറയുന്നുണ്ട് ഇത് ഡോക്ടർ പേഷ്യന്റ് ആണ്. സംടൈം ഗോസ് അപ് ടു 60. ഡോക്ടർ പേഷ്യന്റ് ഇൻ UP വാസ് അറൌണ്ട് ദിസ് ആൻഡ് ഡോക്ടർ പേഷ്യന്റ് ഇസ് 1:836. അപ്പോൾ ഒരാൾക്ക് ഇത്ര ആൾക്കാർക്ക് ഒരു ഒറ്റ ഡോക്ടറേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി പ്രശ്നമാണെന്നാണ് ഇവിടെ പറയുന്നത്.
അത് വലിയൊരു പ്രശ്നമാണ്. ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. സോ ദാറ്റ് ഈസ് എ ബിഗ് കൺസേൺ. അപ്പോൾ അതാണ് കൂടുതലും ഇതിനെക്കുറിച്ച് വരുന്ന സംഭവം. ഓക്കെ, ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ എഡിറ്റോറിയലിൻ്റെ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ആഫ്രിക്ക റിലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാണ്ട്. 1 സെക്കൻഡ് ജസ്റ്റ്. ഓക്കെ, സോ ഇന്ന് എന്തായാലും കുറേ വാർത്തകളുണ്ട്. വിൽ ഹാവ് ടു ഗോ കണ്ടിന്യൂസ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തിലേക്ക് പോവാം. ദിസ് ടൈം ഫോർ ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മസ്റ്റ് ടേക്ക് ഫോർവേഡ് ഇറ്റ്സ് കമ്മിറ്റ്മെന്റ് ഫോർ ദ ഗ്ലോബൽ സൗത്ത്. സോ ദിസ് ബ്രിങ്സ് us ടു എ ലാർജർ ക്വസ്റ്റ്യൻ. എന്താണ് ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന സംഭവം തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ ഗ്ലോബൽ സൗത്ത്? ഇനി അടുത്ത ആർട്ടിക്കിളിലും ഇതിനെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഗ്ലോബൽ സൗത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ആഫ്രിക്കയായിട്ട് നല്ലൊരു ബന്ധം ഇന്ത്യ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി നരേന്ദ്രമോദിക്ക് ഇവരൊരു അവാർഡൊക്കെ കൊടുത്തല്ലോ. പ്രധാനമായിട്ടും ഇവരൊരു വലിയൊരു അവാർഡ് കണ്ടോ, ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ എന്ന് പറഞ്ഞ വലിയൊരു അവാർഡൊക്കെ കൊടുത്തു. അപ്പൊ ഈ ആഫ്രിക്കയായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അതിൽ നൈജീരിയയുടെ പങ്ക് വലുതാണ്. നൈജീരിയ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റൻ ആണ്, മാപ്പ് സ്റ്റഡിയിൽ വി ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് വേർ ഇസ് നൈജീരിയ എന്നുള്ളതും കൂടെ നമുക്ക് നല്ലോണം അറിയണം. എവിടെയാണ് നൈജീരിയ, നൈജറും നൈജീരിയയും എവിടെയാണ് മാപ്പിൽ, ബോർഡേഴ്സ് ഏതൊക്കെയാണെന്നും കൂടെ നമുക്ക് അറിയണം. സോ ആഫ്രിക്കയിലെ ഇസ് വൺ ഓഫ് ദ ടോപ്പ് ആഫ്രിക്കൻ എക്കോണമീസ് ഇൻ GDP. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നൈജീരിയ. ആഫ്രിക്കയിലെ വളരെ ടോപ്പ് GDP മാത്രമല്ല, ഇപ്പോൾ ബ്രിക്സിന്റെ മെമ്പറും കൂടാണ് നൈജീരിയ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയും നൈജീരിയയും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവാൻ ബ്രിക്സിന്റെ മെമ്പറും കൂടാണ്. G20 ആഫ്രിക്ക വാസ് ഇൻഡക്റ്റഡ്, ആഫ്രിക്കൻ യൂണിയനിലും ഇൻഡക്ട് ചെയ്തിട്ടുണ്ട് G20 മെമ്പറായിട്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ആഫ്രിക്കയായിട്ട് ഒരുപാട് നല്ല ഡിസ്കഷൻസ് നമുക്ക് കൊണ്ടുവരാനുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2015 നടന്നു ഇന്ത്യ ആഫ്രിക്ക ഫോറം സമ്മിറ്റ്. കണ്ടോ, ഇന്ത്യ ആഫ്രിക്ക ഫോറം സമ്മിറ്റ് 2015 നടന്നതിന് ശേഷം പിന്നെ നടന്നിട്ടില്ല. സോ ഇന്ത്യ അതേപോലത്തെ പ്രോഗ്രാമുകൾ നമ്മൾ നടത്താനുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബീങ് എന്താണ് VOGS, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ VOGS എന്ന് ഉദ്ദേശിക്കുന്നത്? വോയിസ് ഓഫ് ദ ഗ്ലോബൽ സൗത്ത്. അപ്പോൾ ഇത് അടുത്ത ആർട്ടിക്കിൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്താണ് ഈ ഗ്ലോബൽ സൗത്ത് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കൂടെ നമുക്ക് നോക്കാം. ഇതൊരു സ്ഥലമല്ല, അതായത് സതേൺ ഹെമിസ്ഫിയറിലുള്ള രാജ്യങ്ങളെയാണ് കൂടുതലും, ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള നോർത്തേൺ ഹെമിസ്ഫിയർ, സതേൺ ഹെമിസ്ഫിയറിലുള്ള രാജ്യങ്ങളെയാണ് കൂടുതലും ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം നോർത്തേൺ ഹെമിസ്ഫിയറിലെ രാജ്യങ്ങൾ ഗ്ലോബൽ സൗത്തിൽ ഇല്ല എന്നുള്ളതല്ല, അതുമുണ്ട്. പക്ഷെ കൂടുതലും സൗത്തേൺ ഹെമിസ്ഫിയറിലെ രാജ്യങ്ങളാണ് നമുക്ക് കൂടുതലും പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ആഫ്രിക്ക ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആഫ്രിക്ക ഉണ്ട്, ലാറ്റിൻ അമേരിക്ക ഉണ്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്, അതേപോലെ കരീബിയൻ ഐലൻഡ്സ് ഉള്ള സ്ഥലങ്ങളുണ്ട്. കരീബിയൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഏഷ്യ, ഓൾമോസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഓൾറെഡി ഒരു ജപ്പാനെയും സൗത്ത് കൊറിയനെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഏഷ്യ ഉണ്ട്. ഓഷ്യാനിയ എന്ന് പറയുമ്പോൾ ഓഷ്യൻസ് ആയിട്ടുള്ള, അതിൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഇല്ലാത്ത നോക്കുമ്പോൾ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, ജപ്പാനും സൗത്ത് കൊറിയ ഒന്നും ഇല്ലാത്ത ഏഷ്യ, കരീബിയൻ ഐലൻഡ്സ്, ഓഷ്യാന, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇല്ലാത്ത. അപ്പോൾ ഇത്രയും മേജർ ആയിട്ട് വരുന്ന കുറേ സ്ഥലങ്ങളാണ് നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിലും പറയുന്നുണ്ട് ഇന്ത്യയായിട്ട് കോമൺ ബന്ധം പറയുന്നുണ്ട്. നൈജീരിയയും ഓൾസോ ഗോട്ട് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടൻ ഇൻ 1960. ബ്രിട്ടന്റെ കയ്യിൽ തന്നെയാണ് സ്വാതന്ത്ര്യം അവരും മാനിക്കുന്നത്. സോ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഇതിൽ കുറേ പോയിന്റ്സ് ഉണ്ട്, ഞാൻ അതൊക്കെ ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോകും, നമ്മുടെ സമയത്തിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട്. മണിപ്പൂർ എന്താണ്? ഇറ്റ്സ് എ കേസ് ഫോർ ഇമ്പോസിങ് ആർട്ടിക്കിൾ 356. എന്തുകൊണ്ട് ആർട്ടിക്കിൾ 356 കൊണ്ടുവരുന്നില്ല? അപ്പോൾ ഒരു സ്ഥലത്തിൽ പ്രധാനപ്പെട്ട സംഭവം പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും കഥ മനസ്സിലാക്കിയാൽ മതി. ഒരു സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിലായി. അപ്പോൾ ഓൾറെഡി നമുക്ക് വരുന്ന ആർട്ടിക്കിൾ 356 എന്ന് പറയുന്ന പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ വന്നു. ഇവിടെ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിലായി. ഇവിടെ നീതിന്യായ വ്യവസ്ഥയൊന്നും നടപ്പിലാക്കാൻ പറ്റുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല, ഇവിടെ ഇന്റേണൽ റിബല്യൻ നടക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇവിടെ പ്രസിഡൻസ് റൂൾ കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് ആർട്ടിക്കിൾ 356 മണിപ്പൂരിൽ കൊണ്ടുവരേണ്ട സമയമായില്ലേന്ന് ചോദിക്കുകയാണ്. ഇത്രയും സംഭവം നടന്നിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഓൾറെഡി ആർമിയും CRPF ഒക്കെ തന്നെയാണ്, പാരാമിലിറ്ററി ആണ് നോക്കുന്നത്. അപ്പോൾ 356 മാന്യമായിട്ട്, അപ്പോൾ പോളിറ്റിയിലേക്ക് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ യു ഷുഡ് ബി നോയിങ് അബൌട്ട് വാട്ട് ഇസ് പ്രസിഡൻസ് റൂൾ, എന്താണ് 356. ഇപ്പോൾ ആർട്ടിക്കിൾ 355 കുറിച്ചും പറയുന്നുണ്ട് പോളിറ്റി. അതായത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ യൂണിയൻ, ഇറ്റ് ഈസ് ഒബ്ലിഗേറ്റഡ്
the Union of India is obligated under Article 355 that in case of a state is having an internal rebellion, it obligates the union government to render support. ഇതേപോലത്തെ ഒരു സംഭവം, ഇതേപോലത്തെ ഒരു സ്റ്റേറ്റിൽ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ, ഇന്റേണൽ ഇഷ്യൂ നടക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി, സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അവരെ സഹായിക്കുക എന്നുള്ളത്. അപ്പൊ ഈ കണ്ടീഷനൊക്കെ വെച്ചിട്ട് ആർട്ടിക്കിൾ 356 വെച്ചിട്ട് ഈ പ്രസിഡൻസ് റൂൾ ഇടേണ്ട സമയമായില്ലേ എന്നും കൂടെ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ അംബേദ്കറിന്റെ കുറെ കോൺസെപ്റ്റ് ഒക്കെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് 356 കൊണ്ടുവരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും സംസാരിക്കുന്നത്. അപ്പോൾ ഏകദേശം കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വരണോ വേണ്ടയോ, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഇതിൽ ക്ലിയർ ആയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ വേറൊന്നുമല്ല, ഇത് ട്വിറ്ററിനെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പഴയ ട്വിറ്റർ ഇപ്പോഴത്തെ എക്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. ഇദ്ദേഹം AS പനീർസെൽവം പഴയ ഹിന്ദുവിന്റെ ചീഫ് എഡിറ്ററാണ്, ഹിന്ദുവിന്റെ മെയിൻ എഡിറ്ററാണ്. ഇദ്ദേഹത്തിന്റെ കോളംസ് പണ്ട് എപ്പോഴും വരുമായിരുന്നു പനീർസെൽവത്തിന്റെ. അപ്പൊ ഇതില് നോ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സും, ഉദാഹരണം ഫേമസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ആയിട്ടുള്ള ഗാർഡിയൻ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറും ഇവരെല്ലാം എക്സ് വിടുകയാണ്, ട്വിറ്ററിൽ ഇനി പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ട്വിറ്റർ ഭയങ്കര റേസിസ്റ്റ് ആണ്. ട്വിറ്റർ ഭയങ്കര, എലോൺ മസ്ക് വന്നതിന് ശേഷം ട്വിറ്ററിന്റെ പോളിസി വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബയസ്ഡ് ആയതുകൊണ്ട് പല ആൾക്കാരും ട്വിറ്റർ വിട്ടുപോവാണ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കാരണം. ട്വിറ്റർ അത്ര മോശമാണ്, അല്ലെങ്കിൽ എക്സ് ഭയങ്കര മോശമാണ്. സ്റ്റോപ്പ് പോസ്റ്റിംഗ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് ഫ്രം ഇറ്റ്സ് ഒഫീഷ്യൽ ഹാൻഡിൽസ്. ഗാർഡിയൻ മാത്രമല്ല, പല പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകളും അതിൽ നിന്ന് പിന്മാറി വരികയാണ്. അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എലോൺ മസ്ക് വന്നതിന് ശേഷം NPR, PBS, ഗാർഡിയൻ ഹാവ് ഓൾ ലെഫ്റ്റ് ദ സോഷ്യൽ മീഡിയ. ഇപ്പൊ ഇതിലിടുന്നില്ല. അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. എലോൺ മസ്ക് വന്നതിന് ശേഷം ഫ്രീ സ്പീച്ച് ഒന്നുമില്ല, വളരെ മോശം രീതികളാണ് ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പോവാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ആർട്ടിക്കിളിന്റെ പ്രധാനപ്പെട്ട സ്റ്റോറി അല്ലെങ്കിൽ കണ്ടന്റ്. ഇതാണ് ഫ്രീഡം ഓഫ് സ്പീച്ചും ട്വിറ്റർ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിന്റെ കാര്യമാണ്. അടുത്ത ലോഗ് ജാം ഫോർ EPFO കണ്ടോ. ഇത് ഒരുപാട് വാർത്തകൾ ഉള്ളതുകൊണ്ട് ഇതും പെട്ടെന്ന് പോവാം. EPFO എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഓൾറെഡി എംപ്ലോയ്മെന്റ് പ്രൊവിഡൻസ് ഫണ്ട്, നമുക്ക് പെൻഷൻ തരുന്ന കാര്യം. ഇതിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് CCPS? പെൻഷൻ ഇനി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം സെൻട്രലൈസ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം ആണ്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ബാങ്കിലോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെ ഇവിടെ നിന്ന് പോകേണ്ട, പല ബാങ്കിൽ പോകേണ്ട, നിങ്ങൾ എവിടെയാണോ, വേറെവർ യു ആർ, നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ പെൻഷൻ വന്നിരിക്കും. അത് ഏത് ബാങ്കിൽ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് പെൻഷൻ അക്കൗണ്ടിൽ വരും. സോ പെൻഷൻ കിട്ടുന്ന ആൾക്കാർക്ക് നല്ലൊരു പോസിറ്റീവ് വാർത്തയായിട്ടാണ് ഇത് കാണുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ EPFOന്റെ മുന്നിൽ ഒരുപാട് കണ്ടോ, എംപ്ലോയ്മെന്റ് പ്രൊവിഡൻസ് ഫണ്ട് ഓർഗനൈസേഷന്റെ മുന്നിൽ ഒരുപാട് വലിയ ചലഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ഹയർ പെൻഷൻ ചോദിക്കുന്നുണ്ട്. പെൻഷൻ ഇനി കൂട്ടണം എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഇവരുടെ പെൻഡിങ് ആണ്. ഈ ഹയർ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഇവർക്ക് EPFOക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ മറ്റേ പോയിട്ട് പഴയ പേയ്മെന്റ് സ്ലിപ്പ് കൊണ്ടുപോകാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പഴയ ഓഫീസേഴ്സിൻ്റെ അടുത്തൊക്കെ. ഇത്രയും വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ എവിടെ പോയി പഴയ സ്ലിപ്പൊക്കെ കൊണ്ടുവരാനാണ്. അപ്പോൾ പലപ്പോഴും ഹയർ പെൻഷൻ ചോദിച്ച ആൾക്കാർക്കൊന്നും ഇതുവരെ തീരുമാനം ആവാത്തതും ഒരു വലിയ കൺസേൺ ആണ്. ഇപ്പോൾ കണ്ടോ, ഇറ്റ് കംസ് അറ്റ് എ ടൈം when lakhs of members of employment provident and pensioners have been waiting to hear pension wages. അപ്പോൾ എന്താണ് CCPS എന്നുള്ളത് ഓൾറെഡി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി പറയുന്ന കാര്യം ഇതാണ്, കൂടുതൽ പെൻഷൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കണം. അതാണ് ഇതിന്റെ സമ്മറി. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടുള്ള വാർത്ത. ഇനി പ്രധാനമായിട്ട് നാഷണൽ വാർത്തകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, സുപ്രീം കോടതിയുടെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് കൊളീജിയം സിസ്റ്റം. ദ കൊളീജിയം സിസ്റ്റം പ്രപ്പോസസ് ന്യൂ ചീഫ് ജസ്റ്റിസ് ഓഫ് മണിപ്പൂർ. മണിപ്പൂരിലെ പുതിയ ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ജസ്റ്റിസ് ഡി കൃഷ്ണകുമാറാണ് മണിപ്പൂരിലെ പുതിയ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഈ ബിലോങ്സ് ടു എ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. അതിൻ്റെ ബാക്കി ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അയാൾ എവിടെയാണ് ജനിച്ച, വർക്ക് ചെയ്ത സമയം, റിട്ടയർമെന്റ് ഒക്കെ എഴുതുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ, സിവിൽ സർവീസ് എക്സാമിന് നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജഡ്ജിമാരെ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ബീങ് കൊളീജിയം സിസ്റ്റം. ഇന്ത്യയിൽ ഓൾറെഡി ഒരു വലിയ സംഭവം ഉണ്ട്. ഇവിടെ ഓൾറെഡി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ ഉണ്ട്, NJAC എന്ന് പറഞ്ഞത്. ഇത് സുപ്രീം കോടതി തന്നെ എടുത്ത് കളഞ്ഞു. ജഡ്ജിമാരെ ആര് അപ്പോയിന്റ് ചെയ്യണം? ഒരു തിയറി പറയുന്നത് ജഡ്ജിമാർ തന്നെ അപ്പോയിന്റ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം പറയുന്നത് ജഡ്ജിമാരും പിന്നെ ഗവൺമെന്റും കൂടെ ചേർന്ന് അപ്പോയിന്റ് ചെയ്യണം, അപ്പോഴേ അത് കറക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞത്. ഇപ്പൊ ആസ് ഓഫ് നൗ ഇതില്ല. ജഡ്ജിമാർ തന്നെ തിരഞ്ഞെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ സുപ്രീം കോർട്ടിന്റെ കോളേജ് എന്ന് പറയുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ട്, അതേപോലെ 4 സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാരും ഉണ്ട്. ഇവരാണ് തീരുമാനിക്കുന്നത് ആര് ജഡ്ജ് ആകണം, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇപ്പോൾ കണ്ടോ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരെ ഇതിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു കൊളീജിയം സിസ്റ്റം ഉണ്ട്. ഈ റെക്കമെൻഡേഷൻ ഇവർ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് അയക്കും.
സോറി ഗവൺമെന്റിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഗവൺമെന്റ് ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓക്കെ എന്ന് പറയാം. ചിലപ്പോൾ ഗവൺമെന്റ് പറയാം, ഇപ്പോൾ ഓൾറെഡി കൊളീജിയം സിസ്റ്റം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓൾറെഡി ഗവൺമെന്റിന് അയക്കും. അപ്പോൾ ഗവൺമെന്റിന് അയച്ചതിന് ശേഷം ഗവൺമെന്റിന് തോന്നുകയാണ് ഇത് ശരിയല്ല, പിന്നെയും തിരിച്ച് കൊളീജിയത്തിന് അയക്കും. ഇതൊന്നുകൂടെ ഈ പേരുകൾ ഒന്നുകൂടെ റീകൺസിഡർ ചെയ്യണം. കൊളീജിയം വേണമെങ്കിൽ അത് റീകൺസിഡർ ചെയ്യും. ഇനി മാറ്റുന്നില്ല എങ്കിൽ തിരിച്ച് പിന്നെയും ഗവൺമെന്റിലേക്ക് അയക്കും. അപ്പോൾ ഗവൺമെന്റ് പൊതുവെ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൊളീജിയം സിസ്റ്റം നമുക്ക് മെയിൻസിനും പ്രിലിംസിനും ഒക്കെ അറിഞ്ഞിരിക്കണം. എന്താണ് കൊളീജിയം സിസ്റ്റം, എന്താണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ എൻജാക്. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് മണിപ്പൂർ കോൺഗ്രസ് മിനിസ്റ്ററി കുറ്റപ്പെടുത്തുന്നുണ്ട്. മണിപ്പൂരിന്റെ അവസ്ഥ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഹോം മിനിസ്റ്റർ രാജിവെക്കണം, പ്രധാനമന്ത്രി എത്രയും പെട്ടെന്ന് അവിടെ സ്ഥലം വിസിറ്റ് ചെയ്യണം. സോ മണിപ്പൂരിൽ ഈ പ്രശ്നം വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കുന്ന വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മണിപ്പൂർ തന്നെയാണ് ഇന്നും ഏറ്റവും കൂടുതൽ ചർച്ചയിൽ വരുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടാണ്. രജൌന പ്ലീ, ഇത് ഒരു കൗതുകരമാണെന്ന് ചോദിച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊരു വാർത്തയും കൂടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബൽവന്ത് സിംഗ് രജൌന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡെത്ത് പെറ്റീഷൻ, ഈ ബൽവന്ത് സിംഗിനെ കൊല്ലാൻ ഇട്ടിരിക്കുകയാണ്. അതായത് എന്ന് പറഞ്ഞാൽ മരണം വരെ തൂക്കിലേറ്റാനോ അല്ലെങ്കിൽ ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ ഇട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി ഇപ്പോഴൊന്നല്ല, കഴിഞ്ഞ 30 വർഷമായിട്ട് ഇയാൾ ഇങ്ങനെ ജയിലിട്ടിരിക്കുക, ഇന്ന് കൊല്ലും നാളെ കൊല്ലും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വലിയൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആയിട്ടും കൂടെ പറയുന്നുണ്ട് ആൾക്കാർ. കാരണം ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ അന്നത്തെ പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ബിഎൻ സിംഗിനെ അസാസിനേറ്റ് ചെയ്തതിൽ പങ്കുവഹിച്ച ഒരാളാണ്. അപ്പൊ അന്ന് മരണശിക്ഷ കൊടുത്തതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 95 ഇദ്ദേഹത്തിനെ മിനിസ്റ്ററിനെ എങ്ങാണ്ട് അസാസിനേറ്റ് ചെയ്തത്, അന്നത്തെ ഒരു ക്രൈസിസ് കാരണം. 95 വധശിക്ഷ പ്രഖ്യാപിച്ചിട്ട് 2024 പ്രസിഡന്റിന്റെ അടുത്ത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക ഇത് കൊടുക്കണം എന്നുള്ളത്. എന്ത് കൊടുക്കണം, അതായത് നമുക്ക് മേഴ്സി പെറ്റീഷൻ എന്ന് പറയില്ലേ, ക്ലെമൻസി പെറ്റീഷൻ, എന്താ മലയാളത്തിൽ അതിന് പറയുന്നത്, ഫോർഗോട്ട് ദ നെയിം, ക്ലെമൻസി പെറ്റീഷൻ അല്ലെങ്കിൽ ദയാഹർജി ചോദിച്ചിട്ടുണ്ട്. ദയാഹർജിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. പ്രസിഡന്റ്സ് ഓഫീസിനോട് പറയാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഓഫീസിനോട് സുപ്രീം കോടതി പറയാണ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് കൊടുക്കണം, ഒന്നില്ലെങ്കിൽ കൊല്ലാൻ പറയണം, അല്ലെങ്കിൽ ഇത് തീരുമാനം ഉണ്ടാക്കണം. അത് ചെയ്യാത്ത പക്ഷം ഇനി പ്രസിഡന്റ്സ് ഓഫീസ് ഇത് വൈകിക്കുകയാണെങ്കിൽ സുപ്രീം കോടതി തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിനെ തൂക്കി കൊല്ലാനോ അല്ലെങ്കിൽ മരണം അയാൾക്ക് കൊടുക്കുന്നില്ല എന്നാണ് തീരുമാനം. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. 30 വർഷമായിട്ട് ഒരാളെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ അയാളുടെ അവസ്ഥ ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പോൾ ഇതൊരു കേസാണ്. ഡെത്ത് പെനാൽറ്റി ശരിയാണോ അല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം കൂടാണ്. പിന്നെ വയനാടുള്ള കാര്യം കൂടെ, വയനാട് ഓൾറെഡി ഇതൊരു കേസ് വന്നിരിക്കുകയാണ്. വയനാട് ഇത്രയും ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീട് നഷ്ടപ്പെട്ട ആൾക്കാരെല്ലാം ഇപ്പോൾ തൽക്കാലം ടെമ്പററി ആയിട്ട് ഗവൺമെന്റ് പല സ്ഥലങ്ങളിൽ അവരെ പാർപ്പിച്ചിട്ടുണ്ട്, റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ റെന്റ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു സൊല്യൂഷൻ അല്ല. ഇപ്പോൾ ഗവൺമെന്റ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ പെർമനന്റ്ലി ഒരു സ്ഥലത്തേക്ക് തിരിച്ച് റീഹാബിലിറ്റേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ പ്രധാനമായിട്ടും 2-3 ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങൾ എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഇപ്പോൾ ഹാരിസന്റെ എസ്റ്റേറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എൽസ്റ്റൺ എസ്റ്റേറ്റ്, അതേപോലത്തെ 2-3 എസ്റ്റേറ്റുകൾ ഗവൺമെന്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നെടുമ്പാല എസ്റ്റേറ്റും അതേപോലെ എൽസ്റ്റൺ എസ്റ്റേറ്റ്, ഇതൊക്കെ ഗവൺമെന്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ കേസ് കൊടുത്തു. അങ്ങനെ ഗവൺമെന്റിന് ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല. എസ്റ്റേറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കോമ്പൻസേഷൻ ഒക്കെ തരണം, അല്ലാതെ ചുമ്മാ ആൾക്കാർക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. സോ ദാറ്റ് ബ്രിങ്സ് അസ് ടു എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് കോൾ. ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ചെറിയ വാർത്തയാണ്, പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് നാളെ വന്നാൽ നമുക്കിതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വി ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ. ഇതൊരു ചോദ്യം. റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ മാത്രമല്ല, ട്രാൻസ്പാരൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ. ഓർത്ത് വെച്ചോളൂ, ട്രാൻസ്പാരൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട്. ആൻഡ് ദിസ് ആക്ട്, ഇത് വേറൊന്നുമല്ല, ദിസ് ആക്ട് ഇസ് കോൾഡ് ആസ് ദ ലാർ ആക്ട്. സംഭവം ചെറിയ ലൈനാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു ആക്ട് ഉണ്ട്. അതായത് ഓൾറെഡി ഇങ്ങനെ ഒരു സ്ഥലത്ത് റീഹാബിലിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ആരെയാണോ റീഹാബിലിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്, ആരാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ആളും ചെയ്യുന്നതിന് വിധേയപ്പെടുത്തുന്ന ആൾക്കാരും, ഈ 2 ആൾക്കാരും തമ്മിൽ ഇതിനെ നിശ്ചയിക്കുന്ന ഒരു ആക്റ്റാണ് ലാർ ആക്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് കോൾഡ് ദി ട്രാൻസ്പാരൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് ആണ് ഈ ലാർ ആക്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് വേണം ഗവൺമെന്റ് റീഹാബിലിറ്റേറ്റ് ചെയ്യാമെന്നുള്ള വാർത്തയും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടെയാണ്. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കാം. പിന്നെ പൊളിറ്റിക്കൽ വാർത്ത കഴിഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വാർത്തയാണ്. കാരണം ഇന്ന് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സഞ്ജയ് മൂർത്തി അപ്പോയിന്റഡ് ആസ് ദ ന്യൂ CAG. സോ ദിസ് ബ്രിങ്സ് അസ് ടു അനദർ ഇമ്പോർട്ടൻറ്റ് സിവിൽ സർവീസ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പിന്നെയും പോവുകയാണ്. CAGയുടെ ഓഫീസ് എന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്താണ് ചെയ്യുന്നത്?
ഹി ലേസ് റിപ്പോർട്ട്സ് ഓൺ ദ ടേബിൾ ഓഫ് ദ എന്താണ്, എന്ത് റിപ്പോർട്ടാണ് ടേബിൾ ചെയ്യുന്നത്? അക്കൗണ്ട്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. അപ്പോൾ ചോദ്യം, ഏതൊക്കെ ഓർഗനൈസേഷൻസിന്റെ റിപ്പോർട്ട് ഓഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് CAG ഉണ്ട്? അപ്പോൾ പലപ്പോഴും നമുക്ക് ഇന്ത്യയിൽ സിവിൽ സർവീസ് ആണെങ്കിലും IAS, ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസ് എന്ന് പറയുന്ന പോലത്തെ ഒരു സർവീസും, പക്ഷെ CAG പലപ്പോഴും IAS-കാരാണ് നോക്കിക്കഴിഞ്ഞാൽ 1989 ബാച്ച് IAS-കാരനാണ് CAG ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ CAG-യുടെ ഫംഗ്ഷൻ, അപ്പോൾ പോളിറ്റിയിലേക്ക് നിങ്ങൾ പോയിട്ട് ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, CAG-യുടെ ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ ഇതേപോലെ CAG പോലെ വരുമ്പോൾ ഓർത്ത് വെച്ചോ, സോളിസിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, ഇവരുടെയൊക്കെ പൊസിഷൻസ് എന്താണെന്നും കൂടെ നമ്മൾ അറിഞ്ഞു വെക്കണം പരീക്ഷയ്ക്ക്. സോ കൈൻഡ്ലി നോ who is a CAG, what is the power of CAG, how is he elected, what is the tenure of CAG, who elects the CAG, what are the powers and conditions of CAG, എന്തൊക്കെയാണ് ഓഡിറ്റ് റിപ്പോർട്ട്, ഇതൊക്കെ നമ്മൾ സിവിൽ സർവീസിന് പഠിച്ച് റെഡി ആയിരിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം CAG-യുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും പോളിറ്റി എന്ന് ചോദിച്ചാണ്. അല്ല, സഞ്ജയ് മൂർത്തി പുതിയ CAG ആയിട്ട് ന്യൂസിലുള്ളതുകൊണ്ടാണ് CAG ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള, ഇതിനകത്തും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് മാരിടൈം കൊറിഡോർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി റഷ്യയായിട്ട് നല്ല റിലേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നോർത്തേൺ സീ റൂട്ട് NSR എന്ന് പറയുന്ന പോലെ, പിന്നെ ഓൾറെഡി ഒരു കൊറിഡോർ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കൊറിഡോർ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യസ് ഒരു മാരിടൈം, അതായത് ഓൾറെഡി ഈ സ്ഥലങ്ങളിൽ ഇത്രയും സ്ഥലങ്ങൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കാർഗോ കോസ്റ്റ്, നമുക്ക് ഇതൊക്കെ വന്നാൽ ചെന്നൈയിൽ നിന്നും വ്ളാഡിവോസ്റ്റോക്ക് വരെ പോവുകയാണെങ്കിൽ നമ്മുടെ കാർഗോ കോസ്റ്റ് വല്ലാണ്ട് കുറയും. നല്ല കാര്യമല്ലേ? നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രമല്ല, ട്രാൻസ്പോർട്ടേഷൻ ടൈം, കാർഗോ കോസ്റ്റ് ഒക്കെ വല്ലാണ്ട് കുറയും. ഇത് നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, എന്താണ് IMEEC എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഈ IMEEC? സോ ഹാവ് എൻ ഐഡിയ. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കൊറിഡോർ എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കൊറിഡോർ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കൊറിഡോർ എന്ന് വിളിക്കുന്ന ഒരു ഇതാണ് IMEEC. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. എന്താണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക്കൽ കൊറിഡോർ ആണ് IMEEC. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ, നമ്മുടെ സമയം ഇത് ഓൾറെഡി G20 സമയത്താണ് ഇത് വന്നത്. G20 സമയത്താണ് ഇത് കൊണ്ടുവന്നത്. ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ നിന്നും നമുക്ക് ഇവിടെ നടക്കാം. ഇന്ത്യയിൽ നിന്നും ആദ്യം നമ്മൾ പോകുന്നത്, ഇന്ത്യയിൽ നിന്നും നമ്മൾ യൂറോപ്പിലേക്ക് പോകും. മിഡിൽ ഈസ്റ്റ് വഴിയാണ് പോകുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കും, സമയം കുറയ്ക്കും. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്? ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന, ഫെർട്ടിലൈസർ, അങ്ങനെ പല ക്രൂഡ്, അങ്ങനെ പല സാധനങ്ങളും കയറ്റി അയക്കുന്നുണ്ട്. സോ നമുക്കിതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ക്ലാരിറ്റി കൃത്യമായിരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും നമ്മൾ അതിൻ്റെ കൊറിഡോർ പോകുന്നത് ഓർത്ത് വെച്ചു. ഇന്ത്യയിൽ നിന്നും നമ്മൾ ഗൾഫ് UAE-ലേക്ക് പോകും. ആ ജോഗ്രഫി ഓർത്ത് വെച്ചാൽ മതി. UAE പിന്നെ തൊട്ടടുത്ത് നമുക്ക് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ നിന്ന് പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ജോർദൻ വഴി പോകുന്നതാണ്. സൗദി അറേബ്യയിൽ നിന്ന് നമുക്ക് ജോർദനിലേക്ക് കടക്കാൻ പറ്റും. ജോർദനിലേക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഇസ്രായേലിലേക്ക് പോകാൻ പറ്റും. ഇസ്രായേലിലേക്ക് പോകാൻ പറ്റും. ഇസ്രായേലിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോകാൻ പറ്റും. വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിലേക്ക് പോകാൻ പറ്റും. ഫ്രാൻസിൽ നിന്നും ഗ്രീസിലേക്ക് പോകാൻ പറ്റും. വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടോ? ഇന്ത്യ, UAE, സൗദി അറേബ്യ, ജോർദൻ, ഇസ്രായേൽ, ഇറ്റലി, ഫ്രാൻസ്, ഗ്രീസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ കൊറിഡോറിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. സോ ഇനോഗ്രൽ എഡിഷൻ ഓഫ് സാഗർ മന്ഥൻ, ദ ഗ്രേറ്റ് ഓഷ്യൻ ഡയലോഗ്, അതും ഒരു പ്രധാന കോൺസെപ്റ്റാണ്. എന്താണ് ഈ ഇന്ത്യൻ ഓഷ്യൻ, ഗ്രേറ്റ് ഓഷ്യൻസ് ഡയലോഗ് അല്ലെങ്കിൽ സാഗർ മന്ഥൻ ഡയലോഗ് എന്ന് പറയുന്നത്? ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അസോസിയേഷനാണ്, ഒരു ഫോർമൽ അസോസിയേഷനാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ടോ? IMEC എന്താണ്? IMEEC G20 സമ്മിറ്റിന്റെ സമയത്താണ് വന്നത്. അതിന്റെ റൂട്ട് ഞാൻ കംപ്ലീറ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നതും ഇതിനകത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഓയിൽ കൊണ്ടുപോകുന്നുണ്ട്, ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്, മെഷീൻസ് ഉണ്ട്, ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IMEC എന്താണെന്നും ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. IMEC എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യൻ എന്താണ് IMEC എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കൊറിഡോർ ആണ് IMEEC എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ അടുത്ത പേജ്. ഇലക്ഷൻ ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും പൊളിറ്റിക്കൽ വാർത്തകൾ പോകുന്നില്ല. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ്, പെട്ടെന്ന് തന്നെ പോവാം. ഉമാദാസ് ഗുപ്ത ഓഫ് പത്തർ പാഞ്ചാലി. സത്യജിത്രയുടെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ദുർഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. ഇറ്റ്സ് എ വെരി നൈസ് ക്യാരക്ടർ. 14 വയസ്സിലാണ് അഭിനയിച്ചത്. ഭയങ്കര രസമുള്ളൊരു കഥയാണ്. ശരിക്കും നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാം. ഒരു ബോറൊക്കെ അടിക്കുമ്പോൾ പത്തർ പാഞ്ചാലി കാണാനുള്ള നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത്രയും കണ്ടിരിക്കാൻ. പക്ഷേ ഇറ്റ്സ് എ വെരി നൈസ്. ആ കഥ ഉണ്ടാക്കിയതൊക്കെ വളരെ നല്ലതാണ്. അതിൽ അവർ 84 ഇയേഴ്സ് ആയി, അവർ മരിച്ചുപോയി.
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് പെദർ പാൻചാലി പറഞ്ഞതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. സോ പിന്നെ അടുത്തത് പിന്നെയും ഗ്ലോബൽ സൗത്ത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഗ്ലോബൽ സൗത്ത് ഹിറ്റ് ബൈ ഫ്യൂവൽ ഫുഡ് ക്രൈസിസ്. അപ്പോൾ ഈ G20 പ്രധാനപ്പെട്ട രീതിയിൽ ഇത് അമേരിക്കയും ഇവരെല്ലാവരും കൂടി എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗ്ലോബൽ സൗത്ത് എന്താണെന്ന് ഞാൻ ഇപ്പോഴും ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതൊരു ഗ്രൂപ്പ് ഒന്നും അല്ല, ബ്രിക്സ് പോലത്തെ ഒരു ഗ്രൂപ്പ് ഒന്നും അല്ല. ഇതൊരു നേരത്തെ പറഞ്ഞില്ലേ, സതേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് കാണാൻ പറ്റും. സതേൺ ഹെമിസ്ഫിയറിൽ ഉള്ള രാജ്യങ്ങൾ, അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഏഷ്യ ഉണ്ട്. ഏഷ്യയിൽ ജപ്പാനെയും സൗത്ത് കൊറിയ ഇൻക്ലൂഡ് ചെയ്യേണ്ട, അതേപോലെ ആഫ്രിക്കനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ലാറ്റിൻ അമേരിക്ക അതേപോലെ കാരിബിയനെ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ കാരിബിയൻ കഴിഞ്ഞ പിന്നെ ഓഷ്യാനിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡും ഇല്ലാത്ത മറ്റ് ഐലൻഡ്സ്, ഇതെല്ലാം ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്ന രാജ്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇന്ത്യ ഓൾറെഡി കുറെ കാര്യങ്ങൾ ചെയ്തതിൽ എന്തൊക്കെയാണെന്നുള്ളത്, ഇന്ത്യ ഇത്രയും ആൾക്കാരെ പോവർട്ടിന്ന് ഡീൽ ചെയ്തു, ഇത്രയും ആൾക്കാർക്ക് മൈക്രോ എന്റർപ്രണേഴ്സിനെ കൊണ്ടുവന്നു, ലാർജസ്റ്റ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നു, ഇത്രയും അധികം ആൾക്കാർക്ക് ലോൺ കൊടുത്തു, വേൾഡ്സിൽ ബിഗ്ഗസ്റ്റ് ഇൻഷുറൻസ് സ്കീം ഉണ്ട്, സീനിയർ സിറ്റിസൺസിന് 70 വർഷത്തിൽ ലോൺ കൊടുക്കുന്നുണ്ട്, വയോവന്ദന യോജന. അപ്പോൾ ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്പ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് യു മീൻ ബൈ എ ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്പ്? മെയിൻസിന് ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. എന്താണ് സത്യം പറഞ്ഞാൽ ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്പ് എന്ന് പറയുന്നത്? അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്പ്? അപ്പോൾ ഇന്ത്യ ചെയ്ത കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ബ്രിക്സിനും അല്ല, ഈ പറയുന്ന ഗ്ലോബൽ സൗത്തിന് ഇന്ത്യ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആകണം എന്നാണ് ഇവിടെ പറയുന്നത്. ആവശ്യത്തിൽ കൂടുതൽ പോയിന്റുകൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്പ് എന്താണെന്നും കൂടെ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഇന്ത്യ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് പറയാണ് ഇവിടെ. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഇന്ത്യ ആദ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ലോഞ്ച് ചെയ്യാതെ ഇന്ത്യൻ സാറ്റലൈറ്റ് ഓൾറെഡി ഇലോൺ മസ്കിന്റെ ഫാൽക്കൺ 9 കയറ്റി വിടുന്നത്. സോ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ ഇന്ത്യ. അത് ഓൾറെഡി ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഓൾറെഡി ഇന്ത്യ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തരം സംഭവമാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഫാൽക്കൺ എക്സ് ആണ്, അത് സ്പേസ് എക്സിന്റെ ആണ് ഫാൽക്കൺ എക്സ് എന്ന് പറയുന്നത്. ഫാൽക്കൺ 9 നമ്മുടെ സാറ്റലൈറ്റിന്റെ പേര് GSAT-N2 എന്നാണ്, അല്ലെങ്കിൽ GSAT-20. അപ്പോൾ GSAT-ന്റെ N2 എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഇപ്പോൾ വിട്ടിട്ടുള്ളത്. ഇതിലാണ് പോയിരിക്കുന്നത്. എവിടെ നിന്നാണ് പോയിരിക്കുന്നത്? കേപ്പ് കാനവറൽ സ്റ്റേഷൻ, ഫ്ലോറിഡ എന്നാണ് പോയിരിക്കുന്നത്. GTO കൊണ്ടുവിട്ടിരിക്കുന്നത്. അവളുടെ നമ്മുടെ ഇതെന്ന് പറയുന്നത് വാട്ട് ഇസ് എ GTO? ജിയോ സിൻക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതൊരു ബാൻഡാണ്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് ഓഫ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, വിച്ച് ഇസ് ദ കൊമേഴ്ഷ്യൽ ആം ഓഫ് ISRO. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ന്യൂ സ്പേസ്? ISROന്റെ കൊമേഴ്ഷ്യൽ ആം ആണ്. പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലും ന്യൂ സ്പേസ് ഇന്ത്യ എന്ന് പറയുന്നത് ISROന്റെ പ്രൈവറ്റ് ആം ആണ്. അതും കൂടെ ഓർത്ത് വെച്ചു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ, ഈ സാറ്റലൈറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രോഡ്ബാൻഡ് സർവീസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. അവിടെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ട്രാൻസ്പോണ്ടറും വൈഡ് ബാൻഡ് ട്രാൻസ്പോണ്ടറാണ് ഉപയോഗിക്കുന്നത്. സോ ഇതിന് 4700 കിലോ, 14 വർഷത്തെ മിഷൻ ലൈഫ് ഉണ്ട്. ആദ്യമായിട്ടാണ് എലോൺ മസ്കായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു ചോദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, നെറ്റിനൊക്കെ ഫാസ്റ്റ് ആണ്. സോ എന്താണ് ഈ ബാൻഡ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരുന്നത് നല്ലതാണ്. വാട്ട് ഡു യു മീൻ ബൈ ബാൻഡ്? ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. പല ടൈപ്പ് ഓഫ് ബാൻഡ്സ് ആണ്. അപ്പോൾ ഇതിന് ഏത് ഹേർട്സിലാണ് ഇത് നിൽക്കുന്നതും, എത്ര സ്പെക്ട്രത്തിനകത്ത് എത്ര വേവ്സിൽ, ഇപ്പോൾ ആകാശത്ത് മൊത്തം എയർ വേവ് ആണെന്ന് വിചാരിക്കുക. എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഹൈവേ ആണ്, അതിൻ്റെതായ ഒരു ഹൈവേ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ബാൻഡിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻഫർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന ഒരു ബാൻഡാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ KA. ഇൻഫർമേഷൻ വളരെ ഫാസ്റ്റ് ആണെന്ന് മാത്രമല്ല, ഉദാഹരണത്തിന് സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് ഏറ്റവും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എർത്തിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക് സാറ്റലൈറ്റിൽ നിന്ന് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒക്കെ കൊണ്ടുവരാൻ ഏറ്റവും നല്ല ബാൻഡ് KA ആണ്, ബാൻഡാണ്. സോ ഇതും ഓർത്ത് വെക്കുക. എന്താണ് ഈ KA ബാൻഡ്? ഇൻഫർമേഷനും സാറ്റലൈറ്റ്സ് ബ്രോഡ്ബാൻഡും അതേപോലത്തെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്വിക്ക് ആക്കുന്നതാണ് ഈ ട്രാൻസ്പോണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ അസ്. സോ ഞാൻ ലാസ്റ്റ് പേജിൽ എന്തെങ്കിലും വിട്ടുപോയോ എന്നൊരു സംശയം. ഞാൻ എല്ലാ വാർത്തകളും എടുത്തിട്ടുണ്ടോ? യെസ്, ഈ വാർത്ത ഞാൻ അത് എവിടെയോ മിസ് ചെയ്തു പോയി, കാരണം ഇത് ഞാൻ എടുത്തില്ല. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്താണ് പാർസ കോൾ മൈൻ ഇൻ ഛത്തീസ്ഗഡിലെ ഒരു കോൾ മൈനിന്റെ ഒരു കേസ് നടക്കുകയാണ്. അതൊരു കോൾ മൈനിന്റെ കേസ് നടക്കുകയാണ്, വേറൊന്നുമല്ല. ഒരു സൈഡിൽ ദർ ഇസ് RRVUNL എന്ന് പറഞ്ഞൊരു കമ്പനി, രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉത്പാദൻ നിഗം ലിമിറ്റഡ് ആണ്.
ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ RRVUNL ഇപ്പുറത്തെ സൈഡിൽ പർസാക്കോളും, 2 ആൾക്കാരാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അപ്പൊ ഈ പർസാക്കോളിൽ മൈനിങ് അതോറിറ്റി, മൈനിങ് റൈറ്റ്, ഈ സംഭവം കിട്ടിയത് RR എന്ന രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉത്പാദന കമ്പനിക്കാണ് ഇത് കിട്ടിയത്. ഏറ്റവും രസം, ഈ കമ്പനി ആരെയാണ് നിയുക്തപ്പെടുത്തിയിരിക്കുന്നത്, ആരെയാണ് നെയിം ചെയ്തിരിക്കുന്നത്? വേറെ ആരുമല്ല, അദാനിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ മൈനിങ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഛത്തീസ്ഗഡിലെ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ ഈ ക്ലിയറൻസ് കൊടുത്തതിൽ, ഇവിടെ കോൾ മൈനിങ് നടത്താൻ ക്ലിയറൻസ് കൊടുത്തതിലും ഒരു ചെറിയ പ്രശ്നം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗ്രാമസഭയുടെ ഒന്ന് അപ്രൂവൽ ഒന്നും വാങ്ങിക്കാതെ, പ്രോപ്പറായിട്ടൊന്നും വാങ്ങിക്കാതെയാണ്. അദാനി ഗ്രൂപ്പാണ് മൈൻ ഡെവലപ്പർ ഈ രാജസ്ഥാൻ കമ്പനിയുടെ. അപ്പോൾ ഇതിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ മൈനിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സോ ഇത്തരം കാര്യങ്ങൾ എന്താണ് ഗ്രാമസഭ എന്നുള്ളൊരു ചോദ്യം പൊളിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യു ഷുഡ് ഓൾസോ നോ വാട്ട് ഇസ് പെസ ആക്ട്. ഇതിനകത്ത് പറയുന്നില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ പെസ എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. എന്താണ് ഈ പെസ എന്നുള്ളത്? പെസ 1996, ഇത് സിവിൽ സർവീസിന് പല പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യം കൂടാണ്. സോ ഇറ്റ്സ് കോൾഡ് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ആക്ട് ആണത്. പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഷെഡ്യൂൾ ഏരിയ ആക്ട്. അതായത് പഞ്ചായത്തിന്റെ ഷെഡ്യൂൾ ഏരിയാസിലുള്ളതിലും പ്രധാനപ്പെട്ട, നമുക്ക് ഷെഡ്യൂൾ ഏരിയാസിലുള്ളതും ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ളവരിലേക്കൊക്കെ നമുക്ക് പഞ്ചായത്ത് രാജ് എത്തിക്കാൻ പറ്റും. ഷെഡ്യൂൾഡ് ഏരിയയിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പഞ്ചായത്ത് രാജ് എത്തിക്കാൻ പറ്റും. പെസ ഓർത്തു വെക്കണം, എന്താണ് ഈ പെസ ആക്ട് എന്നുള്ളത്. പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഷെഡ്യൂൾഡ് ഏരിയയിൽ എന്താണ് പെസ എന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കുക. അതാണ് ഞാൻ എന്തെങ്കിലും വിട്ടോ എന്ന് ചെറിയൊരു സംശയം. ഇനി വേറെ ആർട്ടിക്കിൾസ് ഒന്നും വിട്ടിട്ടില്ല. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് സ്റ്റബിൾ ബേണിംഗ്. ഇതിനകത്ത് സ്റ്റബിൾ ബേണിംഗ് കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികളുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. സ്റ്റബിൾ ബേണിംഗ് കാരണം ഇഷ്ടംപോലെ ക്ലൈമറ്റ് ചേഞ്ചും പ്രശ്നങ്ങളും ഡൽഹിക്ക് പണി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓൾറെഡി സുപ്രീം കോടതി ഹരിയാനയിലും പഞ്ചാബിലും സ്റ്റേറ്റിനെ വാൺ ചെയ്തുകൊണ്ട് സ്റ്റബിൾ ബേണിംഗ് കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റബിൾ ബേണിംഗ് നമുക്കറിയാം. ഓൾറെഡി ഇങ്ങനെ വൈക്കോൽ ഇങ്ങനെ മറ്റേ പ്ലാന്റ്സിന്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ, പാടമൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇങ്ങനെ കത്തിച്ച് തീ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ അവിടെയാണ് പ്രധാന സംഭവം. സാറ്റലൈറ്റ്സിന്റെ സഹായം കൊണ്ട് നമുക്ക് സഹായം കൊണ്ടിട്ട് എത്രത്തോളം ബേണിംഗ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ സാറ്റലൈറ്റ്സ്. പക്ഷെ സാറ്റലൈറ്റ്സ് ഇങ്ങനെ പൊസിഷൻഡ് അല്ലല്ലോ. സാറ്റലൈറ്റ്സ് ഇങ്ങനെ ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇതിങ്ങനെ സാറ്റലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനം പറയുന്നത് വെച്ചാൽ അമേരിക്കയിലെ 2-3 സാറ്റലൈറ്റ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അതിലൊരു കണക്ക് പറയുന്നുണ്ട്. പക്ഷേ കണക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സാറ്റലൈറ്റ് അതിങ്ങനെ വന്നു പോകുമ്പോൾ കുറേ ക്യാപ്ചർ ചെയ്ത് പോകും, അത് തിരിച്ചു പോകും. അപ്പോൾ ഇത് പോയിട്ട് തിരിച്ചു വരുന്ന സമയം കൊണ്ട് കത്തുന്ന സാധനം റെക്കോർഡില്ല ഇതിന്. മനസ്സിലായോ? ഇത് ഉള്ള സമയം ഭൂമിയിൽ നമ്മുടെ പഞ്ചാബ് ഏരിയയിൽ പോകുന്ന സമയത്തല്ലേ ഇത് പടം എടുക്കാൻ പറ്റുള്ളൂ. ഇത് അപ്പുറത്തേക്ക് മാറിക്കഴിയുമ്പോൾ കത്തിക്കുന്ന ഇത് സാറ്റലൈറ്റ് ഇല്ലാത്ത സമയം നമുക്ക് ഡേറ്റ ഇല്ല. അപ്പോൾ അതുകൊണ്ട് സാറ്റലൈറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. സാറ്റലൈറ്റ് ബേസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് കത്തിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. 2 ഹീറ്റ് സെൻസിങ് അമേരിക്കൻ സാറ്റലൈറ്റ് ഉണ്ട്. ഒന്ന് സുവോമി, ഒന്ന് നോവ. ഇത് 2 അമേരിക്കൻ സാറ്റലൈറ്റ്സ് ആണ്. സുവോമി, നോവ എന്ന് പറയുന്നത് പോളാർ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സ് ആണ്. ഇന്ന് മൊത്തം സാറ്റലൈറ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതൊരു few times a day they pass over India from 1 PM to 2 PM. The instrument on them called, ഈ സാറ്റലൈറ്റിന്റെ മേളിലുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഇതും പരീക്ഷയ്ക്ക് സിവിൽ സർവീസിന് ചോദിക്കാവുന്നതാണ്. വാട്ട് ഇസ് എ VIIRS? എന്താണ് വിർസ് എന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല, വിസിബിൾ ഇൻഫ്രാറെഡ് ഇമേജിംഗ് റേഡിയോമെട്രിക് സ്യൂട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇറ്റ് ക്യാൻ സെൻസ്, ഇതാണ് എയറോസോളും സ്മോക്കും ഹീറ്റും ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് 24 മണിക്കൂറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇത് ഏതാണ്ട് 1 മണി തൊട്ട് 2 മണിക്ക് പോകുമ്പോൾ അപ്പോൾ അമേരിക്കൻ സാറ്റലൈറ്റിന് ഇൻഫർമേഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത വേറൊരു സാറ്റലൈറ്റ് ഉണ്ട്, കോംസാറ്റ്. ഒരു കൊറിയൻ സാറ്റലൈറ്റ് ആണ്. അൺലൈക്ക് ദ പോളാർ സാറ്റലൈറ്റ് ട്രാക്ക് ഫ്രം ദ എർത്ത്, there was a spike in the smoke. ഇവർ പറയുന്നുണ്ട് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതും ഓർത്ത് വെക്കുക. സ്റ്റബിൾ ബേണിങ്ങിലും സാറ്റലൈറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. സോ ഏതാണ്ട് ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള വാർത്തകൾ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ് GST കൗൺസിൽ എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് GST കൗൺസിൽ? ഓൾറെഡി ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ വെച്ചിട്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഉണ്ടോ, ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ വെച്ചിട്ടാണ് നമ്മൾ GST കൗൺസിലിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ വളരെ ക്ലീൻ ആയിട്ട് നമുക്കറിയണം. വാട്ട് ഇസ് എ GST കൗൺസിൽ? ഇപ്പോൾ ഓൾറെഡി ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട്. ഫിനാൻസ് മിനിസ്റ്റർ മാത്രമാണ്, ബാക്കി സ്റ്റേറ്റിന്റെ ഫിനാൻസ് മിനിസ്റ്റർമാരും എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ടാണ് തീരുമാനിക്കുന്നത് എന്താണ് GST, എത്ര ടാക്സ് വെക്കാം, ഏതൊക്കെ ഐറ്റംസിന് ടാക്സ് കൂട്ടാം, കുറയ്ക്കാം, ടാക്സ് ഇല്ലാതാക്കാം എന്നൊക്കെ എടുക്കുന്ന തീരുമാനം GST കൗൺസിലിന്റെ ആണ്. അപ്പോൾ അതടുത്ത് വരുമ്പോൾ ഇത് GST കൗൺസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. GST കൗൺസിൽ ആരൊക്കെ ഉണ്ട്, എന്താണ് ഇവരുടെ പ്രൈം ഉത്തരവാദിത്വം എന്നുള്ളത്. പിന്നെ പറയുന്നുണ്ട് ഈ സൺഡേ 5 ലക്ഷം ആൾക്കാരാണ്
എയർ ട്രാവൽ ചെയ്തു, റെക്കോർഡാണ് പറയുന്നത്. 5 ലക്ഷം ആൾക്കാരെ ട്രാവൽ ചെയ്തു എന്നാണ് പറയുന്നത്, ഡൊമസ്റ്റിക് എയർലൈൻസിലെല്ലാം കൂടെ. സോ അതൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നെ അടുത്തൊരു ചെറിയ വാർത്ത വരുന്നുണ്ട്. ഇതൊരു എക്കണോമിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റേസസ് 10,000 crores ത്രൂ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ഇഷ്യൂവൻസ്. അപ്പൊ ഇവിടെ എന്തിനാണ് ഈ പൈസ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഒരു കാര്യം നമുക്ക് നോക്കുമ്പോൾ ഇവിടെ SBI ഉണ്ട്. ഞാൻ ഇതിന് കഥ പറഞ്ഞുതരാം. ഇവിടെ SBI ഉണ്ട്. ഇവിടെ ഓൾറെഡി കുറെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് ചെയ്യുന്ന ബിസിനസ്സുകാരും ഇൻഫ്രയൊക്കെ ചെയ്യുന്ന ബിസിനസ് ഹൗസുകളുണ്ട്. ഓൾറെഡി ഉള്ള നമുക്കിവിടെ കാണാൻ പറ്റുന്ന ബിസിനസ് ഹൗസസ് ഉണ്ട്. ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഹൗസുകൾ ഇവിടെ ഉണ്ട്. അതൊരു ഫാക്ടറാണ്. പിന്നെ പ്രധാനമായിട്ട് SBI ഇപ്പുറത്തെ സൈഡിലുണ്ട്. പിന്നെ നമ്മുടെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, 1 സെക്കൻഡ്, ഇവിടെ ഓൾറെഡി ഉള്ള മാർക്കറ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് SBIക്ക് ഒരുപാട് പൈസ ഇൻഫ്രാസ്ട്രക്ചർക്കും ഇവർക്ക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ലോൺ കൊടുക്കണം. അപ്പൊ ഇവർക്ക് ലോൺ കൊടുക്കാൻ പൈസ ഇടയ്ക്ക് ഇവരുടെയും പൈസ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇവർ എന്ത് ചെയ്യും? ഇത്രയും കൂടി പൈസ വേണ്ട ഇവർക്ക് ലോൺ കൊടുക്കാൻ. അപ്പൊ നമ്മൾ എന്ത് പൈസ ഇല്ല. അപ്പൊ പൈസ നമ്മൾ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യും. മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ SBI ബോണ്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഞാൻ വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് X എന്ന് പറഞ്ഞ ഒരാളുണ്ട്, Y എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ABCD എന്ന് പറഞ്ഞ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്, ABC അങ്ങനത്തെ D എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇവർക്ക് ഈ ബോണ്ട് വാങ്ങിച്ചിട്ട് SBIക്ക് പൈസ കൊടുക്കും. 1000 കോടി, 2000 കോടി പിടിച്ചു, 500 കോടി പിടിച്ചു, 1000 കോടി പിടിച്ചു. അങ്ങനെ SBI ഇവർക്ക് പകരം SBIയുടെ ബോണ്ട്, ഇവരുടെ കയ്യിൽ ബോണ്ടുണ്ട്, അതിന് പകരം ഒരു ഈട് വാങ്ങിച്ചു വെച്ചിട്ട് ഇവർ പൈസ അങ്ങോട്ട് കൊടുക്കും, SBIക്ക് പൈസ കൊടുക്കും. SBI വേറെ ഒന്നും ചെയ്യില്ല. ഇത്രയും ഞാൻ X ആണ്, ഞാൻ 1000 കോടിയാണ് SBIക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനത് എടുത്തിരിക്കുന്നത്. അപ്പൊ 1000 കോടിക്ക് ഞാൻ കൊടുത്തതിൽ SBI എന്തായാലും എനിക്ക് പലിശ തരും. ഏകദേശം 7.23% മുകളിലുള്ള പലിശ എനിക്ക് മാസം അല്ലെങ്കിൽ എനിക്ക് പലിശ തരുന്നുണ്ട്. അപ്പൊ 1000 കോടിക്ക് എനിക്ക് അത്രയും പലിശ കിട്ടുകയാണ്. പിന്നെ SBI ആയതുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കേണ്ട, പൂട്ടി പോകത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവർ ഈ പൈസ SBI എന്ത് ചെയ്യും? ഇവര് ഡെഫിനറ്റ്ലി മറ്റു ആൾക്കാർക്ക്, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് ലോൺ കൊടുക്കും. ആൻഡ് അവിടെ കൊടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി 7% എനിക്ക് തരുമെങ്കിൽ അവർ അപ്പുറത്തെ സൈഡിൽ പോയി, എനിക്കറിയില്ല റേറ്റ് എത്രയാണ്, ഏകദേശം ഒരു ഇതിൽ കൂടുതൽ പൈസ കൊടുക്കുമല്ലോ. അപ്പോഴല്ലേ SBIക്ക് ഒരു ലാഭമുള്ളൂ, ഇതിനകത്ത് ബാങ്കിങ്ങിന് ഒരു ലാഭമുള്ളൂ. അപ്പൊ ഇതാണ് ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഇതാണ് ഈ സംഭവമാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ. സോ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഇതിനകത്ത് വേറെ 6 ലക്ഷം ആൾക്കാർ മറ്റേ പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് സ്കീമിൽ വന്നിട്ടുണ്ട്. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്താണ്. പ്രൈവറ്റ് കമ്പനീസിൽ ഏതാണ്ട് 1 കോടി ആൾക്കാരെ ഇന്റേൺഷിപ്പിന് വിളിക്കുന്നുണ്ട്. മഹീന്ദ്ര പോലത്തെ വലിയ കമ്പനികളൊക്കെ, ICICI, ടാറ്റ സ്റ്റീൽ, ITC ഒക്കെ ഓപ്പൺ ആണ്. 24-25 വയസ്സിനുള്ളിൽ, എനിക്കൊന്ന് പ്രായപരിധി ഉണ്ട്, അത്രയും പ്രായത്തിനുള്ളിലുള്ള ആൾക്കാർക്ക് പങ്കെടുത്താൽ 5000 രൂപ നിങ്ങൾക്ക് ഏകദേശം സ്റ്റൈഫൻഡ് കിട്ടും. പ്ലസ് 6000 രൂപ 1 ടൈം ഫണ്ടും കൂടെ കിട്ടും. അപ്പോൾ ചെറിയ എനിക്കൊന്ന് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് 21-24 വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ്. 21-24 വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അവരുടെ പോർട്ടലിൽ പോയി അപ്ലൈ ചെയ്താൽ മതി. സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഇത് പറയുന്നുണ്ട്. ഇത് ഫിനാൻസ് മിനിസ്റ്റർ പറയുകയാണ്, ബാങ്കുകളോട് പറയുകയാണ്, നിങ്ങൾ അനാവശ്യമായിട്ട്, ഇപ്പം നിങ്ങൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ പറയുന്നുണ്ട്, അനാവശ്യമായിട്ട് ബാങ്കുകൾ കസ്റ്റമേഴ്സിനെ ഇൻഷുറൻസ് പോളിസീസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുപ്പിച്ച ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ അനാവശ്യമായിട്ട് ഇൻഷുറൻസ് എടുപ്പിക്കുക. ആ ഇൻഷുറൻസ് ചേരുന്നുണ്ടോ, ഇതിൽ അത്രയും ബെറ്റർ ആവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിർമ്മല സീതാരാമൻ പറയുകയാണ്, ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്, ബാങ്കുകൾ ഇതൊന്നും ചെയ്യണ്ട. നിങ്ങൾ ബേസിക്കലി 2 കാര്യം ചെയ്താൽ മതി. ഒന്ന്, ഡെപ്പോസിറ്റ് പിടിക്കുക, പണ്ടത്തെ പോലെ FD ഡെപ്പോസിറ്റുകൾ പിടിക്കുക, അതേപോലെ പൈസ ലെൻഡ് ചെയ്യുക, കടം കൊടുക്കുക. ഇത് നിങ്ങൾക്ക് പറഞ്ഞ പണിയാണ്. ഇത് നന്നായിട്ട് ചെയ്താൽ തന്നെ ഇന്ത്യൻ എക്കോണമി രക്ഷപ്പെടും. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ക്രോസ് സെല്ലിംഗ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ assets through NARCL. What is this NARCL is very important. ബാങ്കുകളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതും NARCL എന്താണെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇതൊരു NARCL എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതൊരു ബാഡ് ബാങ്ക് ആണ്. ബാഡ് ബാങ്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ബാഡ് ബാങ്ക് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഇതും സിവിൽ സർവീസിന് ചോദിക്കാന്നാണ്, എന്താണ് ബാങ്ക്. ഇപ്പൊ ഓൾറെഡി ഒരു ബാങ്ക് ലോൺ എടുത്തു, നമ്മൾ ഒരു ലോൺ എടുത്തതിന് ശേഷം ആ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. ആ ലോൺ അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ലോൺ 90 ദിവസം കഴിയുമ്പോൾ ഇൻട്രസ്റ്റും ഇല്ല, പലിശയും ഇല്ലെങ്കിൽ അത് NPA ആവും, നോൺ പെർഫോമിംഗ് അസറ്റ് ആവും. അപ്പോൾ ഒരുപാട് NPA ബാങ്കിന് വന്നു കഴിഞ്ഞാൽ ബാങ്കിന്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് മോശമായി. അപ്പോൾ ഒരു ബാങ്ക് അവിടെ ഇരിക്കുകയാണ്, ബാങ്ക് കൊടുത്ത എല്ലാ ലോണും NPA ആവാണെന്ന് പറയുമ്പോൾ ആ ബാങ്ക് പിന്നെ അവിടെ എന്തിനാ ഇരിക്കണം എന്നൊരു ചോദ്യം വരും. അപ്പോൾ ഈ ബാഡ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു പുതിയ സംഭവമാണ്. NARCL ഒക്കെ അതേപോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇവർ വേറൊന്നും ചെയ്യില്ല.
ഈ NP ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ബാഡ് ബാങ്ക് എടുക്കും, ഞങ്ങൾ എടുത്തോളാം എന്ന് പറയും. അപ്പൊ അങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ആയി. ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ നെഗറ്റീവ് NP അല്ല, അത് അവരെടുത്തോളൂ. പിന്നെ NARCL കസ്റ്റമേഴ്സിന്റെ കയ്യിൽ ആ പൈസ, അത് അവർ പിന്നീട് ആ പൈസ അവർ ഈടാക്കി എടുത്തോളൂ. സ്ഥലം വിറ്റിട്ടോ കോപ്പർ മറ്റേ സ്ഥലം കൊളാറ്ററൽ വിട്ടിട്ടോ ഒക്കെ അവർ എടുത്തോളൂ. അപ്പൊ ഇതാണ് ഇതിൽ പറയുന്നത്. ഈ ബാങ്കുകൾ ബാങ്കിന്റെ ജോലി ചെയ്യുക, NARs അപ്പോൾ ലോണുകളൊക്കെ തിരിച്ചെടുക്കുക, അല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ബിസിനസിന്റെ പ്രധാനപ്പെട്ട വാർത്ത. ഇനി വളരെ പെട്ടെന്ന് പോവുകയാണെങ്കിൽ ഇന്റർനാഷണൽ ന്യൂസിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇസ്രായേലിന്റെ റഷ്യ യുക്രൈൻ വാർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കയും ഫിലിപ്പീൻസും ഒരു ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിഫൻസ് എഗ്രിമെന്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ടെക്നോളജിയിൽ, മിലിറ്ററി ഇന്റലിജൻസ് ആൻഡ് ടെക്നോളജിയിൽ വെപ്പൻസിന് വേണ്ടിയൊക്കെ ഒരു ഡീൽ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, റഷ്യ വീറ്റോസ് UN റെസൊല്യൂഷൻ കോളിംഗ് ഇറ്റ് ഫോർ ഇമ്മീഡിയറ്റ് സീസ് ഫയർ ഇൻ സുഡാൻ. സുഡാനിലും സത്യം പറഞ്ഞ പലസ്തീനേക്കാട്ടും മോശം അവസ്ഥയാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുഡാനിലെ പ്രശ്നം അവസാനിപ്പിക്കാൻ ഒരു സീസ് ഫയർ എത്താൻ വേണ്ടി ഒരുപാട് തീരുമാനങ്ങളും ഒരുപാട് രാജ്യങ്ങളും എല്ലാവരും തീരുമാനം എടുത്തു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഒരു സീസ് ഫയർ കൊണ്ടുവരണം, യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു തീരുമാനം UN എടുത്തപ്പോൾ തന്നെ റഷ്യ അതിനെ വീറ്റോ ചെയ്ത് കളഞ്ഞു. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ UN മെമ്പേഴ്സിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് P5 കൺട്രീസ്. P5 എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ ഓർക്കാൻ പറ്റുന്ന ഒരു UFC എന്ന് പറഞ്ഞ ഒരു ക്ലൈൻ, ഞാൻ അങ്ങനെയാണ് ഓർത്ത് വെച്ചിരിക്കുന്നത്. UFC, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ചൈന. ഈ 5 രാജ്യങ്ങളാണ് പെർമനന്റ് മെമ്പേഴ്സ്. UN ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് സീസ് ഫയർ കൊണ്ടുവരാം. റഷ്യ പറഞ്ഞു ഞാൻ വീറ്റോ ചെയ്യുകയാണ്, താല്പര്യമില്ല, നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പിന്നെ പരിപാടിയില്ല. ഇതിൽ ഒരാളെങ്കിലും വീറ്റോ ചെയ്താൽ പിന്നെ റെസൊല്യൂഷനേ വരില്ല. ഇനി ഇന്ത്യയിലെ അതാണല്ലോ ഇന്ത്യനെ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യനെ പെർമനന്റ് മെമ്പർ ആക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മൂവ് വന്നു കഴിഞ്ഞാൽ ഇതിൽ URUFCയിൽ എല്ലാവർക്കും ഇന്ത്യയോട് വലിയ സ്നേഹമുണ്ട്. അമേരിക്കയ്ക്ക് കുഴപ്പമില്ല, റഷ്യക്ക് നല്ല ഫ്രണ്ട്ഷിപ്പാണ്, UK കുഴപ്പമില്ല, പറഞ്ഞുണ്ടാക്കാം, ഫ്രാൻസിനോടും പ്രശ്നമില്ല. ഇന്ത്യ വരാൻ പോവാണെന്ന് പറഞ്ഞാൽ ചൈന അവിടെ ഉള്ളതുകൊണ്ട് ചൈന പറയും ഇന്ത്യ അവിടെ വരണ്ട എന്ന് പറഞ്ഞ് വീറ്റോ ചെയ്താൽ ഇന്ത്യക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. ഇത് UN സിസ്റ്റമാണ് വീറ്റോ പവർ. അപ്പൊ UN ഏജൻസീസും എന്താണ് വീറ്റോ പവർ എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കാം. ഓക്കെ. സോ ശ്രീലങ്കയിലെ പുതിയ പ്രസിഡന്റും മറ്റു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കി. അതേപോലെ ഷെയ്ഖ് ഹസീനയുടെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇന്ത്യയിലുണ്ടെങ്കിൽ അവിടുത്തെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് പറഞ്ഞിട്ട് അവർ തിരിച്ചു കൊണ്ടുവരിക, അനാവശ്യമായിട്ട് ഇവിടെ വെക്കാതെ അവർ തിരിച്ചു വിടുക, അവരെ എക്സ്ട്രാഡിറ്റ് ചെയ്യാന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അത്ര ഇമ്പോർട്ടൻറ്റ് വാർത്തകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡെപ്തി പഠിപ്പിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് 1-2 വാക്കിലെങ്കിലും ചുമ്മാ പറഞ്ഞു പോകുന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആവുമെന്ന് വെച്ചാൽ ചെയ്തത്. ഐ ഹോപ്പ് ദ സ്പീഡ് ഇസ് ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു IS Factor.